ട്രാൻസ്ക്രിപ്ഷൻ പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് DNA എൻകോഡ് ചെയ്തിരിക്കുന്ന ജനറ്റിക് ഇൻഫോർമേഷൻസ് RNA ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ മീൻസ് ഒരു mRNAയിലുള്ള ജനറ്റിക് ഇൻഫോർമേഷൻസിനെ പ്രോട്ടീൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ. സോ ഒരു ജീൻ എക്സ്പ്രഷന്റെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അതായത് DNA എൻകോഡ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് കറസ്പോണ്ടിങ് പ്രോട്ടീൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക. അതാണ് ജീൻ എക്സ്പ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ജീൻ എക്സ്പ്രഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന സെക്കൻഡ് പ്രോസസ്, ഫസ്റ്റ് പ്രോസസ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ സെക്കൻഡ് പ്രോസസ് ഇസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷനിൽ DNA-യിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് RNA ഫോം ചെയ്യാണ്. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ഫോം ചെയ്യുന്നുണ്ട്. mRNA, rRNA, tRNA. ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ ഓരോ RNAസും പ്രൈമറി RNA എന്ന് പറയും, പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റ്. ഈ പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റ് ദെൻ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് മെച്യൂർ RNAs ഫോം ചെയ്യും, ഫങ്ഷണൽ RNAs ഫോം ചെയ്യും. ത്രീ ഡിഫറെന്റ് RNAs, mRNA, rRNA, tRNA. ഈ 3 RNAയും കൂടിയിട്ടാണ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കുന്നത് എക്സ്പ്രഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ട്രാൻസ്ലേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓരോ RNAക്കും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷണൽ റോള് ട്രാൻസ്ലേഷൻ സ്റ്റെപ്സിലുണ്ട്. mRNA മീൻസ് മെസ്സഞ്ചർ RNA. ആക്ച്വലി ഒരു പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസിനെ കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് mRNAയിലാണ്. ആ mRNAയിലുള്ള കോഡ്സ് റീഡ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് ഓരോ mRNAയിലും കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻഫോർമേഷൻസിനനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് tRNAയുടെ ഫംഗ്ഷൻ. ദെൻ rRNA പ്രോട്ടീൻ സിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഈ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ, അതായത് mRNAനെ റീഡ് ചെയ്ത് പ്രോട്ടീൻസ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പ് നടക്കുന്നത് ഒരു സെല്ലിനകത്ത് സെൽ ഓർഗനല്ലേ ആയിട്ടുള്ള റൈബോസോംസിന്റെ മുകളിലാണ്. അപ്പൊ ഈ റൈബോസോമിന്റെ സ്ട്രക്ചർ ഫോം ചെയ്യുക എന്നുള്ളതാണ് rRNAയുടെ ഫംഗ്ഷൻ. അങ്ങനെ ഈ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNAയും പ്രോട്ടീൻ ട്രാൻസ്ലേഷനിൽ ഡിഫറെന്റ് റോൾസ് ഉണ്ട്. സോ എങ്ങനെയാണ് ഈ 3 RNAയും കൂടിയിട്ട് ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിന്റെ മുകളിലാണെന്ന് പറഞ്ഞു. സെല്ലിനകത്ത് റൈബോസോംസ് കാണപ്പെടുന്നത് ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ റൈബോസോംസ് ആയിട്ട് കാണും. അതേപോലെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ടും റൈബോസോംസ് കാണപ്പെടുന്നുണ്ട്. പിക്ചറിൽ കാണിച്ചിരിക്കാം. ഫ്രീ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും കാണാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മുകളിൽ ഈ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുക. റൈബോസോംസ് ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, ദാറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പൊ ഈ 2 പ്ലേസിലും റൈബോസോംസ് കാണാം. അപ്പൊ പ്രോട്ടീൻസ് ഈ 2 റൈബോസോംസിലും ഉണ്ടാവുന്നുണ്ട്. ഫ്രീ റൈബോസോംസിലും ഉണ്ടാവുന്നുണ്ട്, RER മെംബ്രെയിന്റെ മുകളിലുള്ള റൈബോസോംസിലും ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി ഈ ഉണ്ടാക്കപ്പെടുന്ന പ്രോട്ടീൻസ് എവിടത്തേക്കാണ് ഫൈനലി, ഓരോ പ്രോട്ടീൻസിനും ഓരോ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഫംഗ്ഷൻ എവിടെയാണ് ഓരോ പ്രോട്ടീനും ചെയ്യുന്നത്, ഫൈനലി ഈ പ്രോട്ടീൻസ് എവിടത്തേക്കാണ് എത്തപ്പെടേണ്ടത്, അതിനനുസരിച്ചിട്ടാണ് ഏത് റൈബോസോമിന്റെ മുകളിലാണ് ഈ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഫ്രീ റൈബോസോമിന്റെ മുകളിലാണോ അല്ല എൻഡോപ്ലാസ്മിക് റെട്ടിക്കലുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന റൈബോസോമിന്റെ മുകളിലാണോ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, സോ mRNAയിലാണ് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് കിടക്കുന്നത്. mRNAയിലുള്ള സീക്വൻസ് നിങ്ങൾക്കറിയാം, ന്യൂക്ലിയോടൈഡ്സിന്റെ സീക്വൻസ് ആയിട്ടാണ് mRNAയിൽ കിടക്കുന്നത് അല്ലെ. ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമറാണ് mRNA. എന്നാൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സിന്റെ പോളിമറാണ്. രണ്ടും 2 ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. RNA ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്, പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. പിന്നെ എങ്ങനെയാണ് ഒരു mRNAയിൽ നിന്ന് ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെടുന്നത്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ കോഡ്സ്. അപ്പം mRNAയിൽ കിടക്കുന്ന ന്യൂക്ലിയോടൈഡ് ലാംഗ്വേജിനെ പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ്സിന്റെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ mRNAയിലുള്ള ആ സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ ചില കോഡുകളായിട്ട് റീഡ് ചെയ്തിട്ടാണ്
അതിനെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ജനറ്റിക് കോഡ് എന്നാണ് അതിന് പറയാ. സോ ഈ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് mRNA-യിലുള്ള സീക്വൻസ് തന്നെയാണ്. mRNA-യിലുള്ള സീക്വൻസിനെ നമ്മൾ ട്രിപ്ലെറ്റ് ആയിട്ട് റീഡ് ചെയ്യും. ഒരു ട്രിപ്ലെറ്റ് അടുത്തടുത്ത് കിടക്കുന്ന 3 ന്യൂക്ലിയോടൈഡ്സ് ഒരുമിച്ച് റീഡ് ചെയ്യും. ദാറ്റ് ഈസ് ട്രിപ്ലെറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് വൺ കോഡോൺ. അങ്ങനെ ഉള്ള കോഡോൺസിന്റെ ഒരു സീരീസ് ഓഫ് കോഡോൺ, അതിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു mRNA-യിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ തന്നെയാണ് ഒരു mRNA-യുടെ 5' to 3' ഡയറക്ഷനിൽ റീഡ് ചെയ്യുന്ന സമയത്ത് അടുത്തടുത്ത് വരുന്ന 3 ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ഒരുമിച്ച് റീഡ് ചെയ്താൽ വരുന്നതാണ് ഒരു കോഡോൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോഡോൺസിന്റെ സീരീസ്, ലോങ് സീരീസിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ജനറ്റിക് കോഡ്, ഒരു ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനിനെയാണ് കോഡ് ചെയ്യുക. അപ്പൊ ഈ ജനറ്റിക് കോഡിലുള്ള ഓരോ കോഡോണും, ട്രിപ്ലെറ്റ് കോഡോണും ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ കോഡ്സ് റീഡ് ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സീരീസ് mRNA-യുടെ സീക്വൻസ് നോക്കുക. GUA, UGC, അങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. GUA എന്ന് പറയുന്ന ഒരു കോഡോൺ, ട്രിപ്ലെറ്റ് കോഡോൺ കോഡ്സ് ഫോർ വാലൈൻ. സോ GUA എന്ന് പറയുന്ന ഒരു കോഡോൺ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും tRNA അവിടത്തേക്ക് വാലൈനെ കൊണ്ടുവരും. tRNA ആണ് ട്രാൻസ്ഫർ RNA. സോ mRNA-യിൽ UGC എന്ന് പറഞ്ഞിട്ട് ഒരു കോഡോൺ ഉണ്ടെങ്കിൽ tRNA അത് കോഡ് ചെയ്യുന്ന സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് ഇത് കോഡ് ചെയ്യുന്നത്. ആ സിസ്റ്റീൻ റെസിഡ്യൂവിനെയും കൊണ്ട് tRNA അവിടെ എത്തും. അപ്പൊ അങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന 2 കോഡോൺസ്, ഇപ്പൊ GUA-ന്റെ റീഡ് ചെയ്തിട്ട് വാലൈൻ കൊണ്ടുവന്നു, UGC റീഡ് ചെയ്തിട്ട് സിസ്റ്റീനെ tRNA കൊണ്ടുവന്നു. ദെൻ വാലൈനും സിസ്റ്റീനും തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ആദ്യത്തെ ഒരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്യും. ഇതേപോലെ ഒരു ജനറ്റിക് കോഡിലുള്ള ഓരോ കോഡോൺസും റീഡ് ചെയ്തിട്ട് അവിടത്തേക്ക് അമിനോ ആസിഡ്സിനെ എത്തിച്ചിട്ട് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെടുന്നത്. അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ്സിൽ പറയാം. സോ ഒരു കോഡോൺ എന്ന് പറഞ്ഞ് ജനറ്റിക് കോഡിലുള്ള ഒരു ട്രിപ്ലെറ്റിനെയാണ് കോഡോൺ എന്ന് പറയുന്നത്. അതൊരു അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുക. ജനറ്റിക് കോഡിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. 5' 3' ഡയറക്ഷനിലാണ് കോഡോൺസ് റീഡ് ചെയ്യേണ്ടത്. തിരിച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡോൺസ് മാറിപ്പോകും. സോ 5' ഒരു mRNA-യുടെ 5' to 3' ഡയറക്ഷനിലാണ് എപ്പോഴും കോഡോൺസ് റീഡ് ചെയ്യുക. സോ ടോട്ടൽ 61 കോഡോൺസ് ഉണ്ട്. അതായത് ട്രിപ്ലെറ്റ്സ് ആണ് അല്ലെ, നൈട്രജൻ ബേസിന്റെ ട്രിപ്ലെറ്റ് ആണ്. നമുക്കറിയാം RNA-യിൽ 4 മെയിൻ നൈട്രജൻ ബേസസ് ആണ്. അഡിനോസിൻ ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ഗ്വാനോസിൻ ഉണ്ട്, സൈറ്റിഡിൻ, യൂറിഡിൻ. ഇത്രയും ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത്. ഈ 4 എണ്ണത്തിന് 3 രീതിയിൽ 4:3 ഡിഫറെന്റ് രീതിയിൽ നമ്മൾക്ക് റീഅറേഞ്ച് ചെയ്യാം. ആ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് 64 ഡിഫറെന്റ് കോഡോൺസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആക്ച്വലി നമുക്ക് ഈ 4 നൈട്രജൻ ബേസ് അല്ലെങ്കിൽ 4 ബേസസ് 64 ഡിഫറെന്റ് കോഡോൺസ് ക്രിയേറ്റ് ചെയ്യാം. ഈ 64 കോഡോൺസിൽ 61 കോഡോൺസും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 3 കോഡോൺസ് അമിനോ ആസിഡ്സിനൊന്നും കോഡ് ചെയ്യുന്നില്ല. പക്ഷെ ഈ 61 കോഡോൺസും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്കറിയാം ആക്ച്വലി നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറിൽ ഇൻവോൾവഡ് ആയിരിക്കുന്ന 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ഒരുപാടുണ്ട്. പക്ഷെ പ്രോട്ടീൻ സ്ട്രക്ചർ, ഒരു പ്രോട്ടീന്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിൽ മെയിൻ ആയിട്ടും 20 അമിനോ ആസിഡ്സ്, സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാൻ 61 കോഡോൺസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 61 കോഡോൺസും അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നു. ബാക്കി 3 കോഡോൺസ് അമിനോ ആസിഡിനെ ഒന്നും കോഡ് ചെയ്യുന്നില്ല. സോ ദേ ആർ നോൺ ആസ് ടെർമിനേറ്റർ കോഡോൺ ഓർ സ്റ്റോപ്പ് കോഡോൺ, നോൺസെൻസ് കോഡോൺ, ഇങ്ങനെയൊക്കെ വിളിക്കും ഈ 3 കോഡോൺസിന്. അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്ത 3 കോഡോൺസ് ആണ് UAA, UAG, UGA. ഈ 3 കോഡോൺസ് അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നില്ല. ചില എക്സെപ്ഷൻസ് ഉണ്ട്. UGA എന്ന് പറയുന്ന കോഡോൺ നമ്മൾ ഒപ്പാൽ എന്നും വിളിക്കും. ഇതിന്റെ പേരുകളാണ് ഓഷർ, ആംബർ, ഒപ്പാൽ. UAA ഈസ് നോൺ ആസ് ഓഷർ, UAG ഈസ് നോൺ ആസ് ആംബർ, ആൻഡ് UGA ഈസ് നോൺ ആസ് ഒപ്പാൽ.
ഈ ഒപ്പാൽ എന്ന് പറയുന്ന UGA കോഡോണും അതുപോലെ UAG ആംബറും ചില പെർട്ടിക്കുലർ കേസുകളിൽ ചില അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നുണ്ട്. അത് ഈ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൽ പെടുന്നതും അല്ല. ഫോർ എക്സാമ്പിൾ UGA ചില സമയങ്ങളിൽ സെലിനോസിസ്റ്റീനെ കോഡ് ചെയ്യാറുണ്ട്. അതേപോലെ UAG പൈറോലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിന് ചില ആർക്കൈബാക്ടീരിയയിൽ മാത്രമേ കാണുന്നുള്ളൂ, എല്ലാത്തിലും കാണുന്നതല്ല, യൂണിവേഴ്സൽ അല്ല, എങ്കിലും കോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ യൂഷ്വലി ഈ 3 കോഡോൺസിന് നമ്മൾ സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. അതായത് അമിനോ ആസിഡ്സിനെ ഒന്നും കോഡ് ചെയ്യുന്നില്ല. ബാക്കി 61 കോഡോൺസും ഓരോ അമിനോ ആസിഡ്സിന് കോഡ് ചെയ്യുന്നുണ്ട്. അതിൽ AUG എന്ന് പറയുന്ന ഒരു കോഡോണാണ് ഒരു ജനറ്റിക് കോഡോണിന്റെ ഒരു ജനറ്റിക് കോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും കാണാം. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സീരീസ് ഓഫ് കോഡോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു സീരീസ് ഓഫ് കോഡോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ജനറ്റിക് കോഡ് എന്ന് പറയാ. ഈ ജനറ്റിക് കോഡാണ് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്. ഓക്കെ, ജനറ്റിക് കോഡിലുള്ള ഓരോ കോഡോൺസും ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. സോ ഒരു ടോട്ടൽ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീൻ ഉള്ളതാ. ഓക്കെ, അപ്പൊ ആ ഒരു ജനറ്റിക് കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. എപ്പോഴും ഒരു ജനറ്റിക് കോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ AUG എന്ന് പറഞ്ഞിട്ടുള്ള കോഡോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ എൻഡിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് കോഡോണും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ജനറ്റിക് കോഡോൺ നോക്കുക. ഇവിടെ ജനറ്റിക് കോഡോണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ AUG എന്ന് പറഞ്ഞിട്ടുള്ള കോഡോൺ കാണാം. എൻഡിൽ ഒരു സ്റ്റോപ്പ് കോഡോണും കാണാം, UAA. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കുറെ കോഡോൺസ് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഇസ് എ ജനറ്റിക് കോഡ്. അതായത് അതൊരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ AUG എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനറ്റിക് ജനറ്റിക് കോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഒരു കോഡോൺ ആണ്. ഈ AUG കോഡ് ചെയ്യുന്നത് മെത്തിയോണൈൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അമിനോ ആസിഡിന് തന്നെ ഡിഫറെന്റ് കോഡോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ മെത്തിയോണൈനെ കോഡ് ചെയ്യുന്നത് ഒരൊറ്റ കോഡോൺ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് AUG. AUG വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോഡ്സ് ഓൺ മെത്തിയോണൈൻ. അത് സ്റ്റാർട്ട് കോഡോൺ എന്നാണ് അതിനെ പറയാ. ഒരു ജനറ്റിക് കോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നതാണ്. ചില എക്സെപ്ഷൻസ് ഉണ്ട്. യൂഷ്വലി എല്ലാ ഓർഗാനിസത്തിലും AUG തന്നെയാണ് സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ചില പ്രൊക്കാരിയോട്സിൽ മാത്രം GUG ചിലപ്പോൾ സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് കാണാറുണ്ട്. അത് കോഡ് ചെയ്യുന്നത് വാലൈനെയാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാർട്ട് കോഡോണും നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്റ്റോപ്പ് കോഡോൺസും ഇതിനെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് പങ്ക്ച്വേഷൻ കോഡോൺസ്. എൻഡിലും സ്റ്റാർട്ടിങ്ങിലും കാണുന്നതായതുകൊണ്ട് ദാറ്റ് ഈസ് നോൺ ആസ് പങ്ക്ച്വേഷൻ കോഡോൺ. സോ ഒരു ജനറ്റിക് കോഡിന്റെ 5' എൻഡിൽ എപ്പോഴും 5' to 3' ആണ് mRNA കോഡോൺസ് റീഡ് ചെയ്യാന്ന് പറഞ്ഞു, ജനറ്റിക് കോഡ് റീഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 5' എൻഡിൽ mRNA 5' എൻഡിൽ എപ്പോഴും AUG കാണും, സ്റ്റാർട്ട് കോഡോൺ കാണും. 3' എൻഡിൽ ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് കോഡോണും കാണും. സോ ഒരു ജനറ്റിക് കോഡ് ഞാൻ പറഞ്ഞു, ജനറ്റിക് കോഡിൽ കോഡോൺസ് സീക്വൻസ് ആണ്. ഒരു ജനറ്റിക് കോഡ് ഒരു പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂഷ്വലി യൂക്കാരിയോട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു mRNA ഒരു ജനറ്റിക് കോഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഒരു സിംഗിൾ ജനറ്റിക് കോഡ്, അതായത് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു ജനറ്റിക് കോഡ് മാത്രമേ ഒരു mRNA ഉണ്ടായിരിക്കുള്ളൂ. യൂക്കാരിയോട്സിന്റെ കേസിൽ ഒരു DNA നിന്ന് ഒരു mRNA ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മാത്രമേ ഫോം ചെയ്യുള്ളൂ. നേരെ മറിച്ച് പ്രൊക്കാരിയോട്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു mRNA തന്നെ ഒന്നിലധികം ജനറ്റിക് കോഡുകൾ കാണപ്പെടുന്നുണ്ട്. ഓരോ ജനറ്റിക് കോഡും ഓരോ പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുക. ഫസ്റ്റ് കോഡ് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നു, മറ്റൊന്ന്. അപ്പൊ ഒരു mRNA ഫോം ചെയ്താൽ അതിൽ നിന്ന് തന്നെ ഡിഫറെന്റ് പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെടാം. ഒരു എനർജി കൺസർവേഷൻ പ്രൊസീജിയർ കൂടിയാണ്. mRNA സിന്തസൈസ് ചെയ്യാനും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനും ഒക്കെ എനർജി ആവശ്യമാണ്. സോ ഒരു mRNA ഉണ്ടാക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്, ഡിഫറെന്റ് ജനറ്റിക് കോഡ്സ് ഉള്ളത് കാരണം ഡിഫറെന്റ് പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെടാം. നേരെ മറിച്ച് യൂക്കാരിയോട്സിലാണെങ്കിൽ ഒരു mRNA ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ
അങ്ങനെയുള്ള mRNA ഒരു സിംഗിൾ ജനറ്റിക് കോഡ് മാത്രം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള mRNA നമ്മൾ മോണോസിസ്ട്രോണിക് mRNA എന്ന് പറയാം. അതായത് ഫങ്ഷണൽ ജനറ്റിക് ഒരു mRNAയിലുള്ള ഫങ്ഷണൽ ജനറ്റിക് യൂണിറ്റിനെയാണ് സിസ്ട്രോൺ എന്ന് പറയാം. സോ അതായത് അത് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ. അപ്പൊ mRNAയിൽ യുക്കാരിയോട്സിലാണെങ്കിൽ ഒരു മോണോസിസ്ട്രോണിക് ആണ് യുക്കാരിയോട്ടിക് mRNA. അതായത് അതിൽ നിന്ന് ഒരൊറ്റ സിംഗിൾ പ്രോട്ടീൻ മാത്രമേ പെപ്റ്റൈഡ് മാത്രമേ ഉണ്ടാക്കപ്പെടുന്നുള്ളൂ. പ്രൊക്കാരിയോട്സിലാണെങ്കിൽ ഒന്നിലധികം ജനറ്റിക് കോഡ്സ് ഉണ്ടായിരിക്കും ഒരു mRNAയിൽ. സോ ഇറ്റ് ഇസ് നോൺ ആസ് പോളിസിസ്ട്രോണിക്. പ്രൊക്കാരിയോട്ടിക് mRNA is പോളിസിസ്ട്രോണിക്. ഇനി ഈ ജനറ്റിക് കോഡിന് ചില ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു AUG സ്റ്റോപ്പ് കോഡോണ എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിലും അങ്ങനെ, ചില ബാക്ടീരിയയിൽ ഒഴികെ അങ്ങനെ തന്നെയാണ്. സോ ദാറ്റ് ഫീച്ചർ ഇസ് നോൺ ആസ് യൂണിവേഴ്സാലിറ്റി ഓഫ് ജനറ്റിക് കോഡോൺ. അതുപോലെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ജനറ്റിക് കോഡിന്. വൺ ഈസ് ഇറ്റ്സ് അൺആംബിഗ്വിറ്റി. അൺആംബിഗ്വിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോഡോൺ ഒരു സിംഗിൾ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുള്ളൂ. AUG ഇപ്പൊ മെത്തിയോണൈനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. AUG മറ്റൊരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവില്ല. AUG വന്നു കഴിഞ്ഞാൽ അവിടെ മെത്തിയോണൈൻ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് അൺആംബിഗ്വിറ്റി. ദെൻ അനദർ വൺ ഇസ് യൂണിവേഴ്സാലിറ്റി. ലോവർ ഓർഗാനിസംസ് മുതൽ ഹയർ ഓർഗാനിസം, ഹ്യൂമൻ ബീയിങ്സ് പോലെയുള്ള ഹയർ ഓർഗാനിസംസ് വരെ ഒരേ കോഡോൺ തന്നെയാണ്. ഇപ്പൊ AUG മെത്തിയോണൈൻ തന്നെയാണ് കോഡ് ചെയ്യുക. ഇപ്പം ഹ്യൂമൻ ബീയിങ്സിൽ അത് മറ്റൊരു അമിനോ ആസിഡിനെയും ബാക്ടീരിയയിൽ അത് മറ്റൊരു അമിനോ ആസിഡിനെയും അല്ല കോഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സാലിറ്റി ഓഫ് ജനറ്റിക് കോഡ്. മറ്റൊരു ഫീച്ചറാണ് ഡീജനറസി. ഡീജനറസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യും. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒരൊറ്റ കോഡോൺ മാത്രമായിരിക്കില്ല, ഒന്നിലധികം കോഡോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക, ആർജിനിനെ കോഡ് ചെയ്യാൻ CGU ഉണ്ട്, CGA, ഈ കോഡോൺസ് ഒക്കെ അർജിനിനെയാണ് കോഡ് ചെയ്യുന്നത്. പക്ഷെ CGU എന്ന് പറയുന്നത് ആർജിനിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ, അത് മറ്റ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞു കോഡോൺസ് നമുക്ക് 61 ഉണ്ട്, അമിനോ ആസിഡ്സ് 20 ഉള്ളൂ. അപ്പം കോഡോൺസിന്റെ നമ്പറാണ് കൂടുതൽ. അപ്പൊ ഒരു അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. അപ്പം ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺസിനൊക്കെ കൂട്ടി നമ്മൾ സിനോണിംസ് എന്നാണ് വിളിക്കുക. സിനോണിംസ് ഓഫ് എ കോഡോൺ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ സിനോണിംസിന് ഒരു പ്രത്യേകത ഉണ്ട്. യൂഷ്വലി ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അത് ഡിഫറെന്റ് ആയിരിക്കുന്നത് അധികം അതിന്റെ തേർഡ് ബേസിലായിരിക്കും. ഇവിടെ തന്നെ നോക്കുക, CGU, CGC, CGA ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കുന്നത് തേർഡ് ബേസിൽ മാത്രമാണ്. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ സിനോണിംസും തേർഡ് ബേസിൽ മാത്രമാണ് ഡിഫറൻസ് കാണിക്കുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. മെത്തിയോണൈന് ട്രിപ്റ്റോഫാനും ഒരൊറ്റ സിംഗിൾ കോഡോൺ മാത്രമേ ഉള്ളൂ, മെത്തിയോണൈൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ബാക്കിയുള്ള അമിനോ ആസിഡ്സിനൊക്കെ ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. സിംഗിൾ കോഡോൺ ഉള്ള അമിനോ ആസിഡ്സ് ആണ് മെത്തിയോണൈൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. പിന്നെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ജനറ്റിക് കോഡ് ഇസ് നോൺ ഓവർലാപ്പ്. നോൺ ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം AUG എന്ന് പറയുന്ന ട്രിപ്ലെറ്റില് ഈ തേർഡ് ന്യൂക്ലിയോടൈഡ് ആയിരിക്കുന്ന G അത് അടുത്തൊരു കോഡോണിന്റെ ഭാഗം ഒരിക്കലും ആവുന്നില്ല. AUG ഇൻഡിപെൻഡന്റ് ആണ്, അടുത്തത് GGC ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കോഡോണിന്റെ പാർട്ട് ഒരിക്കലും തൊട്ടടുത്ത കോഡോണിന്റെ ഒരു ഭാഗമായിട്ട് ഓവർലാപ്പിംഗ് വരുന്നേ ഇല്ല. ദാറ്റ് ഇസ് നോൺ എസ് നോൺ ഓവർലാപ്പ്. കോമാലസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോഡോൺസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ന്യൂക്ലിയോടൈഡോ അങ്ങനെയൊന്നും വരുന്നില്ല. ദാറ്റ് ഇസ് നോൺ എസ് കോമാലസ്. ജനറ്റിക് കോഡ് ഇസ് കോമാലസ്. ഇതൊക്കെയാണ് ഒരു ജനറ്റിക് കോഡിന്റെ ഫീച്ചേഴ്സ്. ഇനി എങ്ങനെയാണ് ഈ കോഡോൺസ് റീഡ് ചെയ്തിട്ട് അമിനോ ആസിഡ്സിനെ tRNA കൊണ്ടുവരുന്നത്? tRNA ഞാൻ പറഞ്ഞു, ഈ ഓരോ കോഡോണിനെയും കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് tRNA ആണ് വരുന്നത്. അപ്പൊ ആ tRNAക്ക് എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത്? അപ്പൊ tRNAയുടെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. tRNAയിൽ 4 ആംസ് ഉണ്ട്. DAM, SIAM എന്നൊക്കെ പറഞ്ഞിട്ട് ആക്സെപ്റ്റർ ആം, അതുപോലെ ആന്റി കോഡോൺ ആം, ഇങ്ങനെ 4 ആംസ് ഉണ്ട്. ഈ ആക്സെപ്റ്റർ ആം എന്ന് പറയുന്ന റീജിയനിലാണ്, ആക്സെപ്റ്റർ ആമിലാണ് ഏതാ ഒന്നുകൂടി പറയാൻ പറഞ്ഞ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? മാം, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജനറ്റിക് കോഡ് പറഞ്ഞില്ലേ, അത് ഒരു അമിനോ ആസിഡിന്റെ മാത്രമേ ഒരു കോഡോൺ ഡിനോട്ട് ചെയ്യത്തുള്ളൂ. അത് കൺഫ്യൂഷൻ ആയി.
ആ ആ ആ ഒരു അമിനോ ആസിഡിന് ഒന്നിലധികം കോഡോൺ ഉണ്ടാവും എന്നുള്ളതും ഒരു കോഡോൺ ഒന്നിനെ കോഡ് ചെയ്യുന്നു പറഞ്ഞ അതാണോ കൺഫ്യൂഷൻ ആയേ? അതെ മാം, അതെ അതെ. അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, ആർജിനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത് ഈ കോഡോൺസ് എല്ലാം ആർജിനിനെ കോഡ് ചെയ്യും. അതായത് CGU, CGC, ഈ കോഡോൺസ് എവിടെ വന്നാലും ആർജിനിൻ ആണ് അവിടെ പ്രോട്ടീന്റെ സ്ട്രക്ചറിൽ ആർജിനിൻ ആയിരിക്കും വരിക. പക്ഷെ CGU എന്ന് പറയുന്ന ഒരു കോഡോൺ ആർജിനിനെ കോഡ് ചെയ്യുന്നു. അതായത് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. CGU എന്ന് പറയുന്നത് ആർജിനിനെ കോഡ് ചെയ്യുള്ളൂ. CGUക്ക് പല പല അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ പറ്റില്ല. CGU വന്നു കഴിഞ്ഞാൽ അവിടെ ആർജിനിൻ മാത്രമേ വരുള്ളൂ. CGU വന്നു കഴിഞ്ഞാൽ CGU മെത്തിയോണേനെയോ ട്രിപ്റ്റോഫാനോ മറ്റ് അമിനോ ആസിഡിനെ ഒന്നും CGU കോഡ് ചെയ്യുന്നില്ല. ഓക്കെ, CGU വന്നു കഴിഞ്ഞാൽ അവിടെ ആർജിനിൻ, ദറ്റ് ഈസ് നോൺ ആസ് അൺആംബിഗ്വിറ്റി. CGU വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ, അതായത് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിന് മാത്രമേ കോഡ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ആ ഒരു കോഡോൺ മാത്രമേ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഒന്നിലധികം കോഡോൺസ് ഉണ്ടാവാം. ക്ലിയർ ആണോ? ഓക്കെ മാം, ഓക്കെ. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി tRNA എങ്ങനെയാണ് tRNA ഈ പറയുന്ന കോഡോൺസിന് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്. tRNAയുടെ സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനൊരു tRNAയുടെ സ്ട്രക്ചറിൽ ഇവിടെ ഒരു ആക്സെപ്റ്റർ ആം ഉണ്ട്. 3' എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രാൻസ്ലേഷൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ CCA അഡീഷൻ പഠിച്ചിട്ടുണ്ട്. 3' എൻഡ് ഓഫ് tRNA. ആ ഒരു പോർഷനിലാണ് ഈ tRNA അമിനോ ആസിഡിനെ ക്യാരി ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പം ഈ ഒരു CCA എന്ന് പറയുന്ന ഈ 3' എൻഡിൽ ഏത് അമിനോ ആസിഡിനെ കോഡ് ചെയ്യണം എന്ന് ഏത് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആം, അതായത് ഇതാണ് ആന്റി കോഡോൺ ആം. ഈ ആന്റി കോഡോൺ ആമില് ഇതേപോലെ ഒരു ട്രിപ്ലെറ്റ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഈ ട്രിപ്ലെറ്റ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് നമ്മുടെ mRNAയിലുള്ള കോഡോൺസിന് കോംപ്ലിമെന്ററി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CAG എന്ന് പറയുന്ന ഒരു കോഡോൺ, mRNAയിലുള്ള കോഡോണിന് കോംപ്ലിമെന്ററി ആയിട്ട് GUC എന്ന് പറയുന്ന ആന്റി കോഡോൺ ഉള്ള ഒരു tRNA ഉണ്ടെങ്കിൽ ആ tRNA ഈ mRNAയിലുള്ള CAG എന്ന് പറയുന്ന കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ AUG ആണ് സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞു. AUG മെത്തിയോണേനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം AUG എന്നുള്ള ഒരു കോഡോൺ വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് വരുന്ന tRNAയുടെ മുകളിൽ, tRNAയുടെ ആന്റി കോഡോൺ ആമിൽ UAC എന്ന് പറയുന്ന, അതായത് AUGന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള 3 ബേസുകൾ UAC എന്ന് പറയുന്ന ഒരു ആന്റി കോഡോൺ ഉണ്ടായിരിക്കും. അപ്പൊ UAC എന്നുള്ള ആന്റി കോഡോൺ ആമിലുള്ള tRNA ആയിരിക്കും മെത്തിയോണൈൻ ക്യാരി ചെയ്യുക. ഓക്കെ, അപ്പം ഏത് ആന്റി കോഡോണിനുമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ട്രിപ്ലെറ്റ്, അതിനാണ് നമ്മൾ ആന്റി കോഡോൺ. അപ്പൊ ഈ ആന്റി കോഡോണിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. mRNAയിലുള്ള കോഡോണിനും tRNAയുടെ ആന്റി കോഡോൺ ആമിലുള്ള ആന്റി കോഡോണിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ട് പെയർഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അതാണ് കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ എന്ന് പറയുക. അങ്ങനെയാണ് ഒരു tRNA mRNAയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടത്തേക്ക് അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തിട്ട് വരുന്നത്. സോ എപ്പോഴും ഒരു കോഡോണിനെ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്ത് കൊണ്ട് വരുന്ന tRNAയുടെ ആന്റി കോഡോൺ ആമിൽ ആ കോഡോണിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി കോഡോൺ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള tRNA ആണ് അതിനെയും കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ അതിനെയാണ് കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ എന്ന് പറയാം. അപ്പം ഈ ഇന്ററാക്ഷൻ നടക്കണമെങ്കിൽ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂള് പ്രകാരം തന്നെയാണ് ഈ പറയുന്ന കോഡോണും ആന്റി കോഡോണും തമ്മിൽ ബേസ് പെയറിംഗ് നടക്കുക. അതായത് mRNAയിൽ സൈറ്റോസിൻ, tRNAയിൽ ആന്റി കോഡോണിന്റെ ആമിൽ ഗ്വാനിൻ ഉണ്ടായിരിക്കണം, അഡിനിൻ യൂറാസിലുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ടും. ആ ഒരു രീതിയിൽ, അതായത് വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് പെയറിംഗ് നടക്കുക. കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് സോ ഈ ഒരു ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിന്റെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ tRNAയുടെ mRNAയും ആന്റി പാരലൽ ആയിട്ടാണ് നമ്മൾ
DNA ഡബിൾ ഹെലിക്സിലൊക്കെ പറഞ്ഞ പോലെ രണ്ടും ആന്റി പാരലൽ ആയിരിക്കും. അതായത് mRNA 5' 3' ഡയറക്ഷനിലാണെങ്കിൽ tRNA ബൈൻഡിങ് വരിക. ഇത് tRNA സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ഈ tRNA ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ 3' എൻഡ് വിൽ ബി ഇൻ ദിസ് സൈഡ്. അപ്പൊ അതിന്റെ 3' 5' ഡയറക്ഷന് 5', അതായത് ആന്റി പാരലൽ ഡയറക്ഷനിലാണ് mRNAയുടെയും tRNAയുടെയും ഓറിയന്റേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഒരു അതായത് കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷനിൽ ഞാൻ പറഞ്ഞു വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂൾ പ്രകാരമാണ് ബേസ് പെയറിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചില എക്സെപ്ഷൻസ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോ ഒരു mRNAയുടെ തേർഡ് ബേസ്, ഈ തേർഡ് ബേസ് mRNAയിൽ കാണുന്ന തേർഡ് നൈട്രജൻ ബേസും tRNAയുടെ ഫസ്റ്റ് നൈട്രജൻ ബേസും ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ശരിക്കും വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂൾ പോലെ തന്നെ നടക്കണം എന്നില്ല. അതൊരു ചെറിയൊരു റിലാക്സേഷൻ ആണ്. ഈ കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷനിൽ കാണുന്ന ചെറിയൊരു റിലാക്സേഷൻ ആണ് ആക്ച്വലി. അതായത് ഇതിന്റെ mRNAയുടെ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡും tRNAയുടെ തേർഡ് ന്യൂക്ലിയോടൈഡ്, അതായത് 3' 5' 3' ഡയറക്ഷനിൽ പറയുമ്പോഴാണ് mRNAയുടെ ഫസ്റ്റ് സെക്കൻഡ് ന്യൂക്ലിയോടൈഡും tRNAയുടെ തേർഡ് ആൻഡ് സെക്കൻഡ് ന്യൂക്ലിയോടൈഡും തമ്മിൽ സ്ട്രോങ് വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂൾ പ്രകാരം തന്നെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ബേസ് mRNAയിലുള്ള തേർഡ് ബേസും tRNAയുടെ ഫസ്റ്റ് ബേസും തമ്മിൽ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രകാരം അല്ലെങ്കിലും ബേസ് പെയറിംഗ് നടക്കാം. അതായത് ഇപ്പൊ യൂഷ്വലി ഗ്വാനിൻ ആണ് ഈ തേർഡ് പൊസിഷനിലെങ്കിൽ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂൾ പ്രകാരം ഇവിടെ സൈറ്റോസിൻ തന്നെ വരണം അല്ലെ. പക്ഷെ ഈ ഗ്വാനിന് വേണമെങ്കിൽ യുറാസിലായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെയാണെങ്കിൽ മാത്രം ഫസ്റ്റ് രണ്ട് ബേസ് പെയറിംഗ് വളരെ കൃത്യമായിട്ട് വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് പ്രകാരം തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ബേസ് പെയറിംഗിൽ ചെറിയൊരു ഇളവ് റിലാക്സേഷൻ നടത്താം. ആ ഒരു ഹൈപ്പോത്തിസിനെയാണ് നമ്മൾ വൂബിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. വൂബിൾ ഹൈപ്പോത്തിസിസ് പ്രകാരം പറയുന്നത് ഒരു ആന്റി കോഡോൺ കോഡോൺ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കോഡോണിന്റെ തേർഡ് ബേസും tRNAയുടെ ആന്റി കോഡോണിന്റെ ഫസ്റ്റ് ബേസും തമ്മിലുള്ള ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് റൂൾ പ്രകാരം അല്ലാതെ തന്നെ നടക്കാം. പക്ഷെ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ബേസ് പെയറിംഗ് സ്ട്രിക്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് റൂൾ പ്രകാരം തന്നെ നടന്നിരിക്കണം. പിന്നെ അതുപോലെ ഈ വൂബിളിംഗ് പോസിബിൾ ആയിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു യൂഷ്വലി ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ ഗ്വാനിന് യുറാസിലുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും, നേരെ മറിച്ച് അഡിനോസിനായിട്ട് പറ്റില്ല. അതായത് സ്ട്രക്ചറലി സിമിലർ ആയിരിക്കണം. സൈറ്റോസിലും യുറാസിലും ബോത്ത് ആർ പിരമിഡിൻസ്. സോ ഗ്വാനിന് സൈറ്റോസിന് പെയർ ചെയ്യാൻ പറ്റും, അതുപോലെ അതിന്റെ സ്ട്രക്ചറൽ സിമിലാരിറ്റിയിൽ യുറാസിലുമായിട്ടും പെയർ ചെയ്യാൻ പറ്റും. അതേപോലെ യുറാസിന് അഡിനിനുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും, ഗ്വാനിനുമായിട്ടും പറ്റും. ബോത്ത് ആർ പ്യൂരിൻസ്. പക്ഷെ യുറാസിലിന് തൈമിനുമായിട്ട് പെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ തേർഡ് ബേസിലുള്ള വൂബിൾ പെയറിംഗ് പോസിബിൾ ആയിരിക്കുന്നത് സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള മറ്റ് ഏതെങ്കിലും ബേസ് ആയിട്ടായിരിക്കും മാത്രമേ സാധിക്കുള്ളൂ. അത് മാത്രമല്ല ആദ്യത്തെ രണ്ട് ബേസ് പെയറിംഗ് സ്ട്രിക്റ്റ് വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗും കൂടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തേർഡ് ബേസിൽ ഒരു റിലാക്സേഷൻ പോസിബിൾ ആണ്. ഈ ഒരു ഹൈപ്പോത്തിസിനെയാണ് നമ്മൾ വൂബിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഇത് പ്രൊപ്പോസ് ചെയ്തത് വാട്സൺ ആണ്, ജെയിംസ് വാട്സൺ ആണ്. സോറി, ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, സോ ആ വൂബിൾ പെയറിംഗ് എങ്ങനെയാണ് പോസിബിൾ എന്നാണ് പറയുന്നത്. അതായത് യൂഷ്വലി ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് സ്റ്റാൻഡേർഡ് ബേസ് പെയറിംഗ് നടക്കുക. പക്ഷെ വൂബിൾ പെയറിംഗ് പ്രകാരം അതിന് യുറാസിലുമായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ മാത്രം ആദ്യത്തെ രണ്ട് പെയറിംഗ് വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗ് വഴി നടക്കുകയാണെങ്കിൽ മാത്രം. അതുപോലെ യുറാസിൽ അഡിനിനുമായിട്ട് കമ്പൈൻ ചെയ്യാം, അതുപോലെ ഗ്വാനിനായിട്ടും കമ്പൈൻ ചെയ്യാം. ഇഫ് ആന്റികോഡോൺ അമിൽ ഹൈപ്പോക്സാന്തിൻ റയർ ആയിട്ടേ വരുള്ളൂ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ പെയർ വിത്ത് എനി ഓഫ് ദീസ് നൈട്രോജൻ ബേസസ്, അഡിനിൻ, സൈറ്റോസിൻ ഓർ യുറാസിൽ. സോ ഇങ്ങനെയാണ് ഒരു കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ നടക്കുന്നത്. mRNAയിലുള്ള കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റി കോഡോൺ ഉള്ള tRNA ആ കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ട് വരും.
എന്നിട്ട് ഈ mRNA ആയിട്ട് ബൈൻഡ് ചെയ്ത് അവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് കംപ്ലീറ്റ് ഒരു പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്? അപ്പൊ കംപ്ലീറ്റ് ഒരു പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അമിനോ ആസിഡ്സ് വേണം, ഈ 3 RNAs mRNA, rRNA, tRNA വേണം, റൈബോസോംസ് വേണം, എൻസൈംസ് വേണം. ഇതിന് കാറ്റലൈസ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഒക്കെ കാറ്റലൈസ്. അമിനോ ആസിഡ്സ് വന്നാൽ മാത്രം പോരാ, അമിനോ ആസിഡ്സ് തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് പ്രോട്ടീനിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആ പെപ്റ്റൈഡ് ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസും ഒക്കെ ആവശ്യമുണ്ട്. കോഎൻസൈംസ്, ടെട്രാഹൈഡ്രോഫോളേറ്റ്, മെഗ്നീഷ്യം ഒക്കെ ആവശ്യമുണ്ട്. ദെൻ എനർജി, ATPന്റെ ഫോമിലും GTP ഫോമിലും എനർജി ആവശ്യമാണ് ട്രാൻസ്ലേഷന്. ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസോംസിനെ കുറിച്ച് പറയാം. റൈബോസോംസ് ഓൾറെഡി പറഞ്ഞതാണ് റൈബോസോമിന്റെ സ്ട്രക്ചർ. പ്രൊകാരിയോട്സിൽ 70S റൈബോസോംസ് ആണ് കാണപ്പെടുന്നത്, യുകാരിയോട്സിൽ 80S. രണ്ട് റൈബോസോം ആണെന്നുണ്ടെങ്കിലും അതിന് 2 സബ് യൂണിറ്റ്സ് ആണ്, ഒരു മേജർ ആൻഡ് ഒരു മൈനർ സബ് യൂണിറ്റ് ഉണ്ട്. മേജർ സബ് യൂണിറ്റ്സ് പ്രൊകാരിയോട്സിൽ 70S റൈബോസോമിന്റെ മേജർ സബ് യൂണിറ്റ് ഓർ ലാർജ് സബ് യൂണിറ്റ് 50S, സ്മോൾ സബ് യൂണിറ്റ് 30S. യുകാരിയോട്സിലുള്ള 80S റൈബോസോമിന്റെ ആണെങ്കിൽ ലാർജ് സബ് യൂണിറ്റ് 60S ആണ്, സ്മോൾ സബ് യൂണിറ്റ് 40S ആണ്. ഇപ്പൊ രണ്ടിന്റെ കേസിലായാലും ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് അതിന് കാണപ്പെടുന്നത്. ദെൻ ആക്ച്വലി പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് mRNAയിലുള്ള കോഡോൺസ് റീഡ് ചെയ്തിട്ടാണല്ലോ പ്രോട്ടീൻസ് ആക്കപ്പെടുന്നത്. mRNA ഈ റൈബോസോമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഒരു mRNA അറ്റ് എ ടൈം ഒരു റൈബോസോം മാത്രമായിട്ടല്ല, ഒന്നിലധികം റൈബോസോംസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഇനീഷ്യലി mRNAയുടെ സ്റ്റാർട്ട് കോഡോണിന്റെ അവിടെ നിന്നാണ് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുക, AUG സ്റ്റാർട്ട് കോഡോൺ. അപ്പൊ അവിടെ റൈബോസോം ബൈൻഡ് ചെയ്ത് അതങ്ങനെ ആ ജനറ്റിക് കോഡ് റീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അടുത്ത റൈബോസോം അതിന്റെ 5' എൻഡിൽ വന്ന് ബൈൻഡ് ചെയ്യും. അത് അടുത്ത പ്രോട്ടീൻ, രണ്ടാമത് ഒരു പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യും. അത് മുന്നോട്ട് നീങ്ങുന്നതിന് 3' റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച് തേർഡ് റൈബോസോം വന്നു ചെയ്യും. അപ്പൊ അറ്റ് എ ടൈം ട്രാൻസ്ലേഷൻ ഒരു mRNAന്റെ മുകളിൽ നിന്ന് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ mRNAന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്, ആ mRNA സ്റ്റേബിൾ ആയിട്ട് എത്ര ടൈം നിൽക്കുന്നുണ്ട്, അത്രയും ടൈം അതിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെടാം. സോ അറ്റ് എ ടൈം ഒന്നിലധികം നമ്പർ ഓഫ് പ്രോട്ടീൻസ് ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്ത്, ഡിഫറെന്റ് ടൈപ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്, പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെട്ടുകൊണ്ടേയിരിക്കാം. സോ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് വി ക്യാൻ സീ ദ റൈബോസോം ആസ് പോളി റൈബോസോം. അതായത് ഒരു mRNAന്റെ മുകളിൽ കുറെ റൈബോസോംസ്, ബീഡ്സ് ഓൺ സ്ട്രിങ് അപ്പിയറൻസ്, ആ ഒരു രീതിയിലായിരിക്കും ട്രാൻസ്ലേഷൻ ടൈമിൽ കാണാൻ പറ്റും. അതിനെ നമ്മൾ പോളി റൈബോസോംസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പോളിസോംസ് എന്ന് വിളിക്കുന്നത്. ദെൻ ട്രാൻസ്ലേഷനിൽ വരുന്ന മെയിൻ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആക്ടിവേഷൻ, അമിനോ ആസിഡ്സിന്റെ ആക്ടിവേഷൻ ആണ്. ദെൻ ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. അമിനോ ആസിഡിന്റെ ആക്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് tRNAയുടെ മുകളിലേക്ക് അമിനോ ആസിഡ്സ് ആഡ് ചെയ്യുന്നതിനെയാണ്. അതിന് നമ്മൾ ചാർജിങ് എന്നും പറയും, ചാർജിങ്. ഓക്കെ, അപ്പോൾ ഒരു tRNA അതിന്റെ മുകളിലേക്ക് അമിനോ ആസിഡ് ആഡ് ചെയ്യാൻ ATP ആവശ്യമാണ്, എനർജി റിക്വയറിംഗ് പ്രോസസ് ആണ്. അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെട്ട tRNA അമിനോ അസൈൽ tRNA എന്ന് പറയാം. അമിനോ ആസിഡും tRNAയും കമ്പൈൻ ചെയ്ത് തന്നെയാണ് അമിനോ അസൈൽ tRNA എന്ന് പറയും. ഈ അമിനോ അസൈൽ tRNA സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് അമിനോ അസൈൽ tRNA സിന്തറ്റേസ്. അസൈൽ ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ്. അമിനോ അസൈൽ tRNA സിന്തറ്റേസ് എൻസൈം ആണ്. മെഗ്നീഷ്യം അതിന് കോഫാക്ടർ ആയിട്ട് ആവശ്യമുണ്ട്. അമിനോ അസൈൽ tRNA സിന്തറ്റേസിന്റെ പ്രസൻസിൽ ATPയുടെയും പ്രസൻസിലാണ് അമിനോ ആസിഡ് tRNAയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന. ഒരു tRNAയുടെ 3' എൻഡിലുള്ള CCA റെസിഡ്യൂവിന്റെ മുകളിലേക്കാണ് അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെടുന്നത്. ഈ CCA റെസിഡ്യൂവിന്റെ മുകളിലേക്കാണ് അമിനോ ആസിഡ് ചാർജിങ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനീഷ്യലി അമിനോ ആസിഡ്സ് tRNAയിലേക്ക് ആഡ് ചെയ്ത് അമിനോ അസൈൽ tRNA ഫോം ചെയ്യുക. അപ്പൊ സിന്തസിസ് തുടങ്ങുന്നതിന് മുന്നേ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണത്. ദെൻ ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പൊ ഇനീഷിയേഷനിൽ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, മെയിൻ ആയിട്ട് ഇനീഷിയേഷനിൽ 4 സ്റ്റെപ്പാണ് ഉള്ളത്. റൈബോസോമിലുള്ള 2 സബ് യൂണിറ്റുകൾ ആദ്യം ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ സ്മോൾ സബ് യൂണിറ്റ് മാത്രം tRNA ആയിട്ടും mRNA ആയിട്ടും കമ്പൈൻ ചെയ്യും. അതിനുശേഷം അതിന്റെ കൂടെ അതിന്റെ ലാർജ് സബ് യൂണിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് പിന്നെ ഇലോങ്ങേഷനിലേക്ക് കടക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോസോമിന്റെ 2 സബ് യൂണിറ്റുകൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട്
സ്മോളർ ആൻഡ് ലാർജർ സബ് യൂണിറ്റ് ആയിട്ട് മാറുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ സബ്, ഇവിടെ യുക്കാരിയോട്ടിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. യുക്കാരിയോട്ടിന്റെ 80S റൈബോസോം ആണ്. അതിന്റെ ലാർജ് സബ് യൂണിറ്റ് 60S, സ്മോൾ വൺ ഈസ് 40S. അപ്പൊ ഇനീഷ്യലി സ്മോൾ സബ് യൂണിറ്റിൽ 40S സബ് യൂണിറ്റുമായിട്ട് tRNA ബൈൻഡ് ചെയ്യും. tRNAയും 40S സബ് യൂണിറ്റും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നതാണ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഈ ഓരോ സ്റ്റെപ്പിലും ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, ഇതിലൊക്കെ പ്രോട്ടീൻ ഫാക്ടേഴ്സ് ആവശ്യമാണ്. ഇതിന്റെ ബൈൻഡിങ്ങിനും അറ്റാച്ച്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ കുറെ പ്രോട്ടീൻസ് ആവശ്യമാണ്. ഇനീഷ്യേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ്. ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി കുറെ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് പ്രോട്ടീൻസിന്റെ ഹെൽപ്പിലാണ് tRNA ഈ സ്മോൾ സബ് യൂണിറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റിൽ വരുന്ന tRNA ഏതായിരിക്കും? ആദ്യം വരുന്ന tRNA ഏത് അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ tRNA വരിക? മെത്തിയോണൈൻ. സോ ഫസ്റ്റ് tRNA ഈസ് മെത്തിയോണൈൽ tRNA. ഓക്കെ, അപ്പൊ ഈ മെത്തിയോണൈൽ tRNA ക്യാരി ചെയ്തുകൊണ്ട് tRNA വരും. അത് ഈ 40S റൈബോസോമുമായിട്ട് ഇനീഷ്യേഷൻ ഫാക്ടേഴ്സിന്റെയും GTPന്റെയും എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. GTP ആണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. GTPന്റെ ഹെൽപ്പിൽ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്മോളർ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതായത് 40S സബ് യൂണിറ്റ് ഇൻ കേസ് ഓഫ് യൂക്കാരിയോട്ട്. പ്രോകാരിയോട്ടിലാണെങ്കിൽ 30S. സ്മോളർ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും, മെത്തിയോണൽ tRNA ഉണ്ടായിരിക്കും, ദെൻ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സും GTP. ഇത്രയും കൂടിയതാണ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. അപ്പൊ ഈ മെത്തിയോണൽ tRNAയിലുള്ള ആന്റി കോഡോൺ എന്ന് പറയുന്നത് UAC ആയിരിക്കും. അതായത് ഈ tRNAക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന കോഡോൺ AUG ആണ് അല്ലെ. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി കോഡോൺ ആയിരിക്കും ഈ tRNAയിൽ ഉണ്ടായിരിക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ്. ഈ സ്മോളർ സബ് യൂണിറ്റും tRNAയും കൂടി mRNAയുടെ 5' ക്യാപ്പിനെ റെക്കഗ്നൈസ് ചെയ്യും. എന്താണ് ഈ 5' ക്യാപ്പ്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് mRNAയിൽ ആഡ് ചെയ്യുന്ന PPPG ക്യാപ്പ് ആണ് അല്ലെ. 5' എൻഡിൽ ക്യാപ്പ് ഉണ്ടായിരിക്കും, 3' എൻഡിൽ പോളി എ ടെയിൽ ഉണ്ടായിരിക്കും അല്ലെ. ക്യാപ്പ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ. ഒരു mRNA ഐഡന്റിഫൈ ചെയ്യാൻ ഈ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിന് mRNA ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ 5' ക്യാപ്പ് വെച്ചിട്ടാണ്. സോ ഈ 40S സബ് യൂണിറ്റും മെത്തിയോണൽ tRNAയും കൂടിയിട്ട് mRNA സെർച്ച് ചെയ്യും. 5' ക്യാപ്പ് നോക്കിയിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തതിന് ശേഷം അവിടെയും ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ആവശ്യമാണ്. ദെൻ ആ mRNAയുടെ 5' ക്യാപ്പിൽ നിന്ന് നേരെ അടുത്ത ഫസ്റ്റ് കോഡോൺ AUG എവിടെയാണോ അവിടെ പോയിട്ട് ഈ tRNA ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇനീഷ്യേഷൻ കോഡോൺ സെർച്ച് ചെയ്തിട്ട് മൂവ് ചെയ്യും. ഇത് ഈ ഒരു സ്റ്റെപ്പ് 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ്, അതായത് mRNA ആയിട്ടുള്ള ഈ ബൈൻഡിങ് എന്ന് പറയുന്നത് ഓൾസോ ATP ഡിപ്പെൻഡന്റ് പ്രോസസ് ആണ്. ATP ആണ് ഇവിടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ mRNA റെക്കഗ്നൈസ് ചെയ്തു. 48S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലാർജർ സബ് യൂണിറ്റ്, ഇതിന്റെ ലാർജർ സബ് യൂണിറ്റ് വന്നിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്തു. അപ്പോൾ ഒരു 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റ്, മെത്തിയോണൽ tRNA, mRNA, ലാർജർ സബ് യൂണിറ്റ്. മെത്തിയോണൽ tRNA AUG ആയിട്ട് കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ വഴി ബൈൻഡ് ചെയ്ത ഫോമിലായിരിക്കും കാണാം. ഇത്രയും ആയാൽ 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആയി. ഓക്കെ, അപ്പൊ 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്ത ഉടനെ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് എല്ലാം റിലീസ് ചെയ്ത്, പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഒക്കെ റിലീസ് ചെയ്ത് പോവും. ഇനീഷ്യേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഫാക്ടേഴ്സ് ആണ് ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ 80S ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റൈബോസോം അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോം ചെയ്തു. സ്മോളർ ആൻഡ് ലാർജർ സബ് യൂണിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള റൈബോസോമിൽ ആക്ച്വലി 2 ഏരിയാസ് കാണാം. വൺ ഈസ് എ സൈറ്റ്, അനദർ വൺ ഈസ് നോൺ ആസ് പി സൈറ്റ്. എ സൈറ്റ് എന്ന് പറയുന്നത് അമിനോ അസൈൽ tRNA സൈറ്റ് ആണ്.
പി സൈറ്റ് എന്ന് പറഞ്ഞാൽ പെപ്റ്റിഡൈൽ ടിആർഎൻഎ സൈറ്റ് ആണ്. അമിനോ അസൈൽ ടിആർഎൻഎ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നു അല്ലെ, ടിആർഎൻഎയും അമിനോ ആസിഡും. അമിനോ ആസിഡിന് ക്യാരി ചെയ്ത് വരുന്ന ടിആർഎൻഎനാണ് അമിനോ അസൈൽ ടിആർഎൻഎ എന്ന് പറയുന്നത്. അമിനോ ആസിഡ് ആഡ് ചെയ്തിട്ടുള്ള ടിആർഎൻഎ. സോ ഈ അമിനോ അസൈൽ ഇപ്പം വന്നിരിക്കുന്ന മെത്തിയോണൈൽ ടിആർഎൻഎ എന്ന് പറയുന്നതും ഒരു അമിനോ അസൈൽ ടിആർഎൻഎ ആണ്. അപ്പൊ ഓരോ കോഡോണിനും റീഡ് ചെയ്തുകൊണ്ട് അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ട് അമിനോ അസൈൽ ടിആർഎൻഎ വരിക ചെയ്യുക അല്ലെ. ആ വരുന്ന അമിനോ അസൈൽ ടിആർഎൻഎ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഏരിയ ആണ് അമിനോ അസൈൽ ടിആർഎൻഎ സൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ അമിനോ അസൈൽ ടിആർഎൻഎ എ സൈറ്റിലുള്ള കോഡോൺ ഏതാണോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റി കോഡോൺ ഉള്ള ടിആർഎൻഎ ആയിരിക്കും ഈ കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന അമിനോ അസൈൽ ടിആർഎൻഎ. അപ്പൊ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിനനുസരിച്ച് എ സൈറ്റിൽ പുതിയ പുതിയ കോഡോൺ വന്നുകൊണ്ടിരിക്കും. ആ കോഡോണിന് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തുകൊണ്ട് അമിനോ അസൈൽ ടിആർഎൻഎ വന്ന് ബൈൻഡ് ചെയ്യും, എ സൈറ്റിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇനി പി സൈറ്റ് എന്ന് പറയുന്നത് പെപ്റ്റിഡൈൽ ടിആർഎൻഎ ആണ്. പി സൈറ്റിലും ഒരു ടിആർഎൻഎ ഉണ്ടാവും. ആ ടിആർഎൻഎന്റെ മുകളിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന പെപ്റ്റൈഡ്സ് ഇങ്ങനെ വന്നിരിക്കുന്ന അമിനോ ആസിഡ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് പെപ്റ്റൈഡ് ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ട് സ്മോൾ സ്മോൾ പെപ്റ്റൈഡ്സ് ഫോം ചെയ്യും. ആ പെപ്റ്റൈഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടിആർഎൻഎ ആണ് പി സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യുക, പി സൈറ്റ് ഒക്കുപ്പൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് പിന്നെ ഒരു സൈറ്റും കൂടി ഉണ്ട്, ഈ സൈറ്റ്, എം ടി സൈറ്റ് എന്ന് പറയും. ഒരു ടിആർഎൻഎ അമിനോ ആസിഡ്സോ പെപ്റ്റൈഡ്സോ ഒന്നും അറ്റാച്ച് ചെയ്യാത്ത ഫ്രീ ടിആർഎൻഎ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എ സൈറ്റ് ആൻഡ് പി സൈറ്റ് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സൈറ്റുകൾ. എ സൈറ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് പുതിയ പുതിയ ടിആർഎൻഎ വന്ന് ബൈൻഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ടിആർഎൻഎ വന്ന് ആദ്യമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഏരിയ ആണ് എ സൈറ്റ്. ഉണ്ടാക്കപ്പെട്ട പെപ്റ്റൈഡിനെ ക്യാരി ചെയ്യുന്ന പെപ്റ്റിഡൈൽ ടിആർഎൻഎ ഒക്കുപ്പൈ ചെയ്യുന്ന സൈറ്റ് ആണ് പി സൈറ്റ്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ATS കോംപ്ലക്സ് ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഇപ്പൊ ഇവിടെ ബൈൻഡ് ചെയ്തിരിക്കുന്ന അമിനോ ആസിഡ് ടിആർഎൻഎ എന്ന് പറയുന്നത് മെത്തിയോണൈൽ ടിആർഎൻഎ ആണ്. പക്ഷെ അത് ആക്ച്വലി ഒക്കുപ്പൈ ചെയ്യുന്ന എ സൈറ്റിലല്ല, അതൊരു അമിനോ ആസിഡ് ടിആർഎൻഎ ആണെങ്കിലും കൂടി അത് ഒക്കുപ്പൈ ചെയ്തതിൽ ഇനീഷ്യലി പി സൈറ്റിലായിരിക്കും. ഓക്കെ, എ സൈറ്റ് അപ്പോൾ ഫ്രീ ആയിരിക്കും. ആ എ സൈറ്റിൽ ഒരു കോഡോണും ആ എ സൈറ്റിന് സ്പെസിഫിക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു കോഡോണും ഉണ്ടായിരിക്കും. അപ്പം ഈ കോഡോണിന്റെ എഗെയിൻസ്റ്റിന്റെ ആന്റി കോഡോൺ ഉള്ള ടിആർഎൻഎ ഈ ഒരു കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് കോഡോൺ ആന്റി കോഡോൺ ഇന്ററാക്ഷൻ വഴി എ സൈറ്റ് ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒക്കുപ്പൈ ചെയ്യുമ്പോഴത്തേക്കാണ് ഇലോങ്ങേഷൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇലോങ്ങേഷൻ സ്റ്റെപ്പിലാണെങ്കിൽ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇനീഷ്യലി പുതിയൊരു ടിആർഎൻഎയും ക്യാരി ചെയ്തുകൊണ്ട് എ സൈറ്റിൽ പുതിയൊരു അമിനോ അസൈൽ ടിആർഎൻഎ വന്നിട്ട് ബൈൻഡ് ചെയ്തു. ഓക്കെ, ആദ്യമേ പി സൈറ്റിൽ നമ്മുടെ മെത്തിയോണൈൽ ടിആർഎൻഎ ഉണ്ട്. ഇപ്പൊ രണ്ട് ടിആർഎൻഎയും അടുത്തടുത്ത് വന്നു. ഈ രണ്ട് മെത്തിയോണൈനും വാലൈനും തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഈ അമിനോ അസൈൽ ടിആർഎൻഎ എ സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സും അതും എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്. ഓരോ പുതിയ അമിനോ അസൈൽ ടിആർഎൻഎ എ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴും ജി ടി പി എന്നുള്ള എനർജി ആവശ്യമാണ്. എനർജി റിക്വയറിംഗ് പ്രോസസ്സ് തന്നെയാണ് ഈ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് അമിനോ ആസിഡ്സും തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഓക്കെ, ആ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആക്ച്വലി ചെയ്യുന്നത് പി സൈറ്റിലുള്ള അമിനോ ആസിഡ്സിനെ എടുത്തിട്ട് ഈ പി സൈറ്റിൽ കിടക്കുന്ന ടിആർഎൻഎയിലുള്ള മെത്തിയോണൈൻ എടുത്തിട്ട് ഈ വാലിനിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്തു. എ സൈറ്റിലാണിപ്പോ ഈ ഡൈപെപ്റ്റൈഡിനെയും ക്യാരി ചെയ്തിട്ടുള്ള ടിആർഎൻഎ കിടക്കുന്നത്. പി സൈറ്റിലുള്ള ടിആർഎൻഎയുടെ മുകളിൽ ഇപ്പം അമിനോ ആസിഡോ പെപ്റ്റൈഡോ ഒന്നുമില്ല, അത് ഫ്രീ ആയി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. സോ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ട്രാൻസ്ലൊക്കേഷൻ ആണ്. ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ mRNA ഒന്ന് ഫോർവേഡ് മുന്നോട്ട് മൂവ് ചെയ്യും. അതായത് 3' ഡയറക്ഷനിലേക്ക് ഒന്ന് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്
ആദ്യം പി സൈറ്റിൽ ഉണ്ടായിരുന്ന ഈ ഫ്രീ ടി ആർ എൻ എ റൈബോസോമിന് പുറത്തോട്ട് പോകും. ഓക്കെ, ഈ ഡൈപെപ്റ്റൈഡിനെ ക്യാരി ചെയ്തുകൊണ്ട് എ സൈറ്റിൽ ഉണ്ടായത് ഈ ജി യു യു എന്ന് പറയുന്ന കോഡോൺ പി സൈറ്റിലേക്ക് എത്തും. എം ആർ എൻ എ ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഡയറക്ഷനിലേക്ക് എം ആർ എൻ എ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ജി യു എന്ന് പറയുന്ന കോഡോണും അതുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന പെപ്റ്റൈഡിനെയും ക്യാരി ചെയ്ത ടി ആർ എൻ എ പി സൈറ്റിലേക്ക് എത്തും. പി സൈറ്റിൽ ഉണ്ടായിരുന്ന ടി ആർ എൻ എ പുറത്തേക്ക് പോകും. എ സൈറ്റ് ഫ്രീ ആയി വരും. അപ്പൊ ആ എ സൈറ്റിലേക്ക് പുതിയൊരു അമിനോ ആസിഡ്, അവിടെ ഒരു പുതിയൊരു കോഡോൺ പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. ആ കോഡോണിന് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിനെയും ക്യാരി ചെയ്തിട്ടുണ്ട് അടുത്ത അമിനോ ആസിഡ് ടി ആർ എൻ എ വരും. ഈ പറയുന്ന ഈ ഡൈപെപ്റ്റൈഡിനെ രണ്ടിനെ എടുത്തിട്ട് എ സൈറ്റിലുള്ള അമിനോ ആസിഡുമായിട്ട് അടുത്ത പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ദെൻ എം ആർ എൻ എ മൂവ് ചെയ്യുന്ന സമയത്തേക്ക് ഈ പറയുന്ന ട്രൈപെപ്റ്റൈഡിനെയും ക്യാരി ചെയ്തിട്ടുള്ള ടി ആർ എൻ എ പി സൈറ്റിൽ ഉണ്ടായിരുന്ന ടി ആർ എൻ എ റൈബോസോമിന് പുറത്തു പോകും. എ സൈറ്റ് ഫ്രീ ആവും. അവിടെ പുതിയ കോഡോൺ വരും. ഈ രീതിയിലാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യോ മാം? ഇലോങ്ങേഷൻ നടക്കും. എന്താ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ ട്രാൻസ്ലൊക്കേഷൻ? ട്രാൻസ്ലൊക്കേഷൻ അല്ലെ? ഓക്കെ. അതായത് ഇനീഷ്യലി മെത്തിയോണൽ ടി ആർ എനെയും ഈ സെക്കൻഡ് ടി ആർ എനെയും തമ്മിലുള്ള അമിനോ ആസിഡ് തമ്മിലുള്ള പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു. അത് ക്ലിയർ ആയല്ലോ അല്ലെ? ആ പെപ്റ്റൈഡിനെയും ക്യാരി ചെയ്തിട്ടുള്ള ടി ആർ എൻ എ കിടക്കുന്നത് ഇപ്പൊ എ സൈറ്റിലാണ്. അപ്പൊ ആ ഒരു അമിനോ ആസിഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പി സൈറ്റിൽ ഉണ്ടായിരുന്ന മെത്തിയോണൽ ടി ആർ എൻ എയുള്ള മെത്തിയോണൈന് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും പി സൈറ്റിലെ ടി ആർ എൻ എ ഫ്രീ ആയി. ഓക്കെ, അപ്പം ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്തു. പെപ്റ്റിഡൽ ട്രാൻസ്ഫറേസ് ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ എനർജി GTP-യുടെ ഹെൽപ്പിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കാറ്റലൈസ് ചെയ്തു. ഒരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്തു. ആ ഡൈപെപ്റ്റൈഡ് ഇപ്പൊ ക്യാരി ചെയ്തിരിക്കുന്ന ടി ആർ എൻ എ സൈറ്റിൽ കിടക്കുന്നു. പി സൈറ്റിലെ ടി ആർ എൻ എ ഫ്രീ ആണ്. അതിന്റെ മുകളിൽ അമിനോ ആസിഡ്സ് ഒന്നുമില്ല. ഇനി എം ആർ എൻ എ ഒന്ന് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ GUU അതായത് പെപ്റ്റിഡൈൽ ടി ആർ എൻ എനെ ക്യാരി ചെയ്തിരിക്കുന്ന ടി ആർ എൻ എ പി സൈറ്റിലേക്ക് എത്തും. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഒരു 1 മിനിറ്റ്. അപ്പൊ പി സൈറ്റിലേക്ക് എത്തും. ആ പി സൈറ്റിലേക്ക് അത് എത്തുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ? ഈ CCA എന്ന് പറയുന്നത് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവും, എ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. പുതിയൊരു കോഡോൺ എ സൈറ്റിലെത്തി. എ സൈറ്റ് ഫ്രീ ആയി. CCA എന്ന് പറയുന്ന ഈ കോഡോൺ എ സൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഫസ്റ്റ് AUG എന്ന് പറയുന്നത് ഫ്രീ ആയി. ഇവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഫ്രീ ടി ആർ എൻ എ പുറത്തേക്ക് പോയി. ഇവിടെ അടുത്ത ടി ആർ എൻ എ വന്ന് ബൈൻഡ് ചെയ്യും. ആ ടി ആർ എൻ എ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് ഡൈപെപ്റ്റൈഡും ആ ടി ആർ എൻ എന്റെ മുകളിലുള്ള അമിനോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോഴും 3 പെപ്റ്റൈഡ് ട്രൈപെപ്റ്റൈഡ് ഫോം ചെയ്യും. ട്രൈപെപ്റ്റൈഡിനെ ക്യാരി ചെയ്തുകൊണ്ടുള്ള ടി ആർ എൻ എ സൈറ്റിലായിരിക്കും. പി സൈറ്റിലുള്ളത് ഫ്രീ ആവും. എഗെയിൻ എം ആർ എൻ എ ഒന്ന് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ ട്രൈപെപ്റ്റൈഡിനെയും ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ടി ആർ എൻ എ പി സൈറ്റിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. എ സൈറ്റ് അഗെയിൻ ഫ്രീ ആവും. അവിടെ പുതിയ അമിനോ ആസിഡ് ടി ആർ എൻ എ വന്ന് ബൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടോ? യെസ് മാം, മനസ്സിലായി. ദെൻ ടെർമിനേഷൻ നടക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എ സൈറ്റിൽ സ്റ്റോപ്പ് കോഡോൺ വരുമ്പോൾ, സ്റ്റോപ്പ് കോഡോൺസ് അമിനോ ആസിഡ്സിനെ ഒന്നും കോഡ് ചെയ്യുന്നില്ല. അപ്പൊ എ സൈറ്റിൽ സ്റ്റോപ്പ് കോഡോൺ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ പുതിയ അമിനോ ആസിഡ്സ് ഒന്നും വരാനില്ല. സോ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് തന്നെ ഈ ടി ആർ എൻ എന്റെ മുകളിലുള്ള ഷോർട്ട് പെപ്റ്റൈഡ്സിനെ റിലീസ് ചെയ്യും. GTP-യുടെ റിലീസിങ് ഫാക്ടേഴ്സിന്റെ ഹെൽപ്പിൽ ഇതിനെ റിലീസ് ചെയ്തും പെപ്റ്റൈഡ്സ് റിലീസ് ചെയ്ത് പോകും. 60S ഉം 40S അതായത് സ്മോൾ ആൻഡ് ലാർജ് സബ്യൂണിറ്റ്സ് ഓഫ് റൈബോസും വീണ്ടും ഡിസോസിയേറ്റ് ചെയ്യും. എഗെയിൻ പ്രോട്ടീൻ സിന്തസിസ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ടെർമിനേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടോ ഇതില്? ഇത്രയാണ് ട്രാൻസ്ലേഷന്റെ സ്റ്റെപ്സ്.
മെയിനായിട്ട് വേണ്ടത് ഇലോങ്ങേഷൻ, ഇനീഷ്യേഷൻ, ടെർമിനേഷൻ ഫാക്ടേഴ്സ് വേണം. GTP, ATP ഫോമിൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ് പെപ്റ്റൈഡ് ബോൺസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ, നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്നുണ്ടായ mRNAക്ക് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസിനും കുറെ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അത് ഫങ്ഷണൽ ആവുള്ളൂ. പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻസിന് ഒന്നിക്കൽ പ്രോട്ടീൻ ഫോൾഡിങ്, പ്രോട്ടീൻസ് അമിനോ ആസിഡ് സീക്വൻസസ്, ഇലോങ്ങേറ്റഡ് സീക്വൻസസ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടല്ല പ്രോട്ടീൻസ് ബോഡിയിൽ കാണുന്നത്. സെക്കൻഡറി, ടെർഷറി, ക്വാട്ടേണറി ലെവലിൽ ഫോൾഡ് ചെയ്ത ഫോമിലാണ് പ്രോട്ടീൻസ് ബോഡിയിൽ കാണുന്നത്. ഓക്കെ. അപ്പൊ ഈ ചില പ്രോട്ടീൻസിന് ഫോൾഡ് ചെയ്യണമെങ്കിൽ തന്നെ ചില മോഡിഫിക്കേഷൻസ് ഓൾറെഡി നടക്കണം. മറ്റ് ചില പ്രോട്ടീൻസ് ആഫ്റ്റർ ഫോൾഡിങ് കുറെ മോഡിഫിക്കേഷൻസ് നടക്കും. അപ്പൊ പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീന്റെ ലൈഫ് ടൈമിൽ ഏത് സമയത്തും നടക്കാം. ഉണ്ടായിരിക്കുന്ന പ്രോട്ടീൻസിന് തമ്മിൽ ഹെട്രോജനിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരു സെയിം പ്രോട്ടീന് തന്നെ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും മോഡിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ട്. ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സെയിം പ്രോട്ടീൻ തന്നെയായിരിക്കും, പക്ഷെ അതിന് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രോട്ടീൻ തന്നെ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പം പ്രോട്ടീൻസ് തമ്മിലുള്ള ഹെട്രോജനിറ്റി ഉണ്ടാക്കപ്പെടുന്നത് ഈ പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷനിൽ കൂടിയാണ് മെയിൻ ആയിട്ടും നടക്കുന്നത്. അതുപോലെ പ്രോട്ടീൻസിന് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻസ്, അത് ഓരോ പ്രോട്ടീൻസിന്റെയും ഫങ്ഷൻ ചെയ്യുന്ന ലൊക്കേഷൻ, ടാർഗറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈറ്റ്സ് ആണ്. ചിലത് സൈറ്റോപ്ലാസ്റ്റിലായിരിക്കാം, ചിലത് മൈറ്റോകോൺട്രിയയിലായിരിക്കാം, ചിലത് സെൽ മെംബ്രെയിന്റെ മുകളിലായിരിക്കാം. അപ്പൊ എവിടെയാണോ ഈ പ്രോട്ടീൻ ആക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നത് ആ പ്ലേസിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം, ടാർഗറ്റിംഗ് എന്ന് പറയും. അതിനു വേണ്ടിയിട്ടും ഈ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ആയിട്ടും ട്രാൻസ്പോർട്ടേഷന്, അതുപോലെ പ്രോട്ടീൻ ഫോൾഡിങ്ങിന്, അതുപോലെ ഒരു പ്രോട്ടീനെ ആക്റ്റീവ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കി മാറ്റാനൊക്കെ ഈ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻസ് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്. ട്രിമ്മിങ്, കോവാലന്റ് മോഡിഫിക്കേഷൻ, യൂബിക്വിറ്റിനേഷൻ. ട്രിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻസ് ഇനീഷ്യലി ഫങ്ഷണൽ ആയിരിക്കണം എന്നില്ല, അതിൽ നിന്ന് ചെറിയൊരു പോർഷൻസ് കട്ട് ചെയ്ത് കളയുമ്പോൾ, പ്രോട്ടിയോലൈസിസ് വഴി കട്ട് ചെയ്ത് കളയുമ്പോഴാണ്, പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈംസ് അതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് ഫങ്ഷണൽ ആവുക. ഇൻസുലിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ, ഒരു പ്രോട്ടീൻ പെപ്റ്റൈഡ് കട്ട് ചെയ്ത് പോകുമ്പോഴാണ് അത് ഫങ്ഷണൽ ഇൻസുലിൻ ആയിട്ട് മാറുക, ആക്റ്റീവ് ഫോമിലായിട്ട് മാറുക. അപ്പൊ ഈ ട്രിമ്മിംഗ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻസ്, അതായത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീന്റെ ഒരു സ്മോൾ ഏരിയ പ്രോട്ടിയേസിന്റെ ഹെൽപ്പിൽ കട്ട് ചെയ്ത് കളയുക, അത് ആന്റിജൻ പ്രോസസ്സിങ്ങിലും അപ്പോപ്റ്റോസിസിലും സെൽ സിഗ്നലിംഗിലും ഒക്കെ ഇമ്പോർട്ടന്റ് റോൾ ഉള്ള ഒരു മോഡിഫിക്കേഷൻ ആണ്. പിന്നെ കോവാലന്റ് മോഡിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻസിന്റെ മുകളിലേക്ക് ചില ഗ്രൂപ്പ്സ്, അഡീഷണൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുക, മീത്തേൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് നോൺ ആസ് മെത്തിലേഷൻ. അതുപോലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുക, അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുക, ഫോസ്ഫോറിലേഷൻ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ്സ് ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് ഗ്ലൈക്കോസിലേഷൻ, ലിപ്പിഡ്സ് ആഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറെ അഡീഷൻസ് കോവാലന്റ് ബോണ്ട് വഴി എക്സ്ട്രാ മോളിക്യൂൾസ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻസിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് മറ്റൊരു മോഡിഫിക്കേഷൻസ്. ഈ മോഡിഫിക്കേഷൻസും ഒരു പ്രോട്ടീന്റെ ഫങ്ഷനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജീൻ റെഗുലേഷന്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മോഡിഫിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെത്തിലേഷൻ, ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ മെത്തിലേഷൻ. ഹിസ്റ്റോൺ എന്ന് പറയുന്നത് DNA ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ ആണ് അല്ലെ. DNA ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ക്രോമസോമായിട്ട് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീന്റെ മുകളിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസിന് നടക്കുന്ന മെത്തിലേഷൻസ്, അസറ്റൈലേഷൻസ് ഒക്കെ ഈ ട്രാൻസ്ക്രിപ്ഷനെയൊക്കെ റെഗുലേറ്റ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂക്രോമാറ്റിൻ അല്ലെങ്കിൽ ഹെറ്ററോക്രോമാറ്റിൻസ് ഫോം ചെയ്യാനൊക്കെ ഈ മെത്തിലേഷൻസും അസറ്റൈലേഷൻസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ യൂക്രോമാറ്റിനൈസേഷൻ അല്ലെങ്കിൽ ഹെറ്ററോക്രോമാറ്റിനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ എത്രത്തോളം നടക്കുന്നില്ല എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കൺവേർഷൻ ആണ്. ഓക്കെ, ചേഞ്ച് ആണ്, ക്രോമസോമിൽ നടക്കുന്ന ഒരു ചേഞ്ച് ആണ്. സോ മെത്തിലേഷൻ, ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ മെത്തിലേഷൻ, അസറ്റൈലേഷൻ, അതൊക്കെ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈഡ്രോക്സിലേഷൻസ്, ഒരു പ്രോട്ടീന്റെ ഫങ്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോക്സിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോസ്ഫോറിലേഷൻസ്,
സെൽ സൈക്കിൾ റെഗുലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സെൽ സൈക്കിളിൽ റെഗുലേറ്റ് ചെയ്യുന്ന കുറെ പ്രോട്ടീൻസ് ഉണ്ട്, സൈക്ലിൻസ് ഒക്കെ, അതിന്റെ ഫോസ്ഫോറിലേഷൻസ് ഒക്കെ അതിനെ ആക്റ്റീവ് ഇനാക്റ്റീവ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട്, അതുപോലെ സിഗ്നൽ ട്രാൻസ്ഡക്ഷനിൽ ഒരു ആക്റ്റീവ് പ്രോട്ടീൻസ് ഫോം ചെയ്യാനും പ്രോട്ടീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനൊക്കെ ഫോസ്ഫോറിലേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലൈക്കോസിലേഷൻസും പ്രോട്ടീൻ ഫോൾഡിങ്ങിനെയും ഒരു പ്രോട്ടീന്റെ കൺഫോർമേഷൻ അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുക, ഗ്ലൈക്കോസിലേഷൻ നടത്തുക എന്നുള്ളത്. ഓക്കെ, പിന്നെ മറ്റൊരു മോഡിഫിക്കേഷൻ ആണ് യൂബിക്യൂറ്റിനേഷൻ. യൂബിക്യൂറ്റിനേഷൻ നടക്കുന്നത് ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ പോകുന്ന പ്രോട്ടീൻസിനാണ് യൂബിക്യൂറ്റിനേഷൻ നടക്കുക. ഒരു പ്രോട്ടീന്റെ മുകളിൽ യൂബിക്വിറ്റിൻ എന്ന് പറയുന്നത് അതും മറ്റൊരു പ്രോട്ടീൻ തന്നെയാണ്. ഒരു ലൈഫ് സ്പാൻ കഴിയാനായ പ്രോട്ടീൻസിന് യൂബിക്വിറ്റിൻ മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യും. വൺസ് ഒരു യൂബിക്വിറ്റിൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് സെവറൽ യൂബിക്വിറ്റിൻ മോളിക്യൂൾസ് ആഡ് ചെയ്യപ്പെടും. അതിനാണ് പോളി യൂബിക്വിറ്റിനേഷൻ എന്ന് പറയാം. അത് ശരിക്കും ടാഗ് ചെയ്യാണ് ഒരു പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യാനായി എന്നുള്ള പ്രോട്ടീൻസിനെ ടാഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോളി യൂബിക്വിറ്റിനേഷൻ. ഈ പോളി യൂബിക്വിറ്റിനേറ്റഡ് പ്രോട്ടീൻസിനെ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം റെക്കഗ്നൈസ് ചെയ്യും. ആ പ്രോട്ടിയേസ് പോയിട്ട് അതിനെ ക്ലീവ് ചെയ്തിട്ട് ഡീഗ്രേഡ് ചെയ്ത് കളയും. സോ യൂബിക്വിറ്റിനേഷൻ. ഇത്രയാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ്. ട്രിമ്മിങ്, കോവാലന്റ് മോഡിഫിക്കേഷൻസ്, ദെൻ യൂബിക്വിറ്റിനേഷൻ. ഓക്കെ, നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാൻസ്ലേഷനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന കുറെ ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. പ്രോട്ടീൻസ് മീൻസ് ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ. അതായത് ട്രാൻസ്ലേഷൻ സ്റ്റെപ്പ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല, ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ക്ലോറാംഫെനിക്കോൾ ചെയ്യുന്നത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിനെ ബ്ലോക്ക് ചെയ്യാണ്. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിന്റെ ഫംഗ്ഷൻ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. സോ അങ്ങനെ പ്രോട്ടീൻസിന്റെ ഇലോങ്ങേഷൻ നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. ടെട്രാസൈക്ലിൻ ആണെങ്കിൽ പ്രോകാരിയോട്ടിന്റെ സ്മോളർ സബ് യൂണിറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എ സൈറ്റിൽ അമിനോസൈൽ ടിആർഎൻഎ ബൈൻഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അപ്പോഴും ഇലോങ്ങേഷൻ നടക്കില്ല. എറിത്രോമൈസിൻ ചെയ്യുന്നത് ട്രാൻസ്ലൊക്കേസ് എന്ന് പറയുന്ന എൻസൈം, അതായത് ആ mRNAയുടെ ട്രാൻസ്ലൊക്കേഷനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഓൾസോ ഇൻഹിബിറ്റ് ഇലോങ്ങേഷൻ. ദെൻ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ചെയ്യുന്നത് ജനറ്റിക് കോഡിനെ മിസ്റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ സ്മോളർ സബ് യൂണിറ്റ് റൈബോസോമിന്റെ, പ്രൊകാരിയോട്ടിക് റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്തിട്ട് ജനറ്റിക് കോഡ് മിസ്റീഡ് ചെയ്യും. ഒരുവിധം എല്ലാം പ്രൊകാരിയോട്ടിക് റൈബോസോമുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യുക്കാരിയോട്സിൽ അത് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. What is the primary function of protein translation? Protein translationന്റെ purpose എന്താണ്? To replicate DNA, to synthesize proteins using mRNA, to degrade protein, to transcribe RNA. B, അല്ലേ? Synthesize protein. Okay. How many codons are parts of genetic code? 60. എത്രയാ? 60. 64 codons, അല്ലേ? Which codon is the start codon in most organism? AUG. Okay, AUG. AUG കോഡ് ചെയ്യുന്നത് മെത്തിയോണെ. ചില ഓർഗാനിസത്തില് മറ്റൊരു സ്റ്റാർട്ട് കോഡോൺ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്, ഓർമ്മയുണ്ടോ? ചില പ്രൊകാരിയോട്സിൽ AUG അല്ലാതെ മറ്റൊരു സ്റ്റാർട്ട് കോഡോൺ കാണും. GUG കോഡ്സ് ഫോർ വാലൈൻ. ഓക്കെ, സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാ? കോഷർ, ആംബർ, ഒപ്പൽ. ഏതൊക്കെയാണ്? UAA, UAG, UGA ആണോ? AUG, UGA, UU ആണോ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ. ടെർമിനേറ്റർ കോഡോൺ എന്നും പറയും, നോൺസെൻസ് കോഡോൺ എന്നൊക്കെ പറയും. വിച്ച് റൈബോസോം ടൈപ്പ് ഈസ് പ്രസന്റ് ഇൻ യൂക്കാരിയോട്ടിക് സെൽസ്?
ATS. Okay. ATS. ATS ribosome. And the smaller subunit ആണ് 40S. Large subunit is 60S. Yes. What is a characteristic of genetic code? Ambiguous, overlapping, degenerate, non-complementary. Ambiguous. Ambiguous. Ambiguous ആണോ? Ambiguity ഉണ്ടോ? Degenerate. Degenerate. സി ഡീജനറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിനെ തന്നെ കോഡ് ചെയ്യാൻ മൾട്ടിപ്പിൾ കോഡോൺസ് ഉണ്ട്. ഒരു അമിനോ ആസിഡിന് ഒന്നിലധികം കോഡോൺസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ബൈൻഡിങ്ങിനൊക്കെയുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അതാണ് ഡീജനറസി ഉദ്ദേശിക്കുന്നത്. ഒന്നിലധികം ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. അൺആംബിഗ്വസ് ആണ് ജനറ്റിക് കോഡ്. ക്ലാരിറ്റി ഉണ്ട്, അവിടെ ഒരു ആംബിഗ്വിറ്റി ഒന്നുമില്ല. നോൺ ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ. Which base pairing follows Wobbel hypothesis? Option C. Option C. Third base of anticodon ആണോ? തേർഡ് ബേസ് ഓഫ് കോഡോൺ ആണ്. കോഡോണിന്റെ തേർഡ് ബേസ് ആണ് എപ്പോഴും കേട്ടോ. കോഡോണിന്റെ തേർഡ് ബേസ് ആണ്. ഞാൻ പറഞ്ഞു ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ആ കോഡോൺസ് ഒക്കെ അതിനെ നമ്മൾ സിനോണിംസ് എന്നാ വിളിക്കുക. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺസിനെ എല്ലാം കൂടി നമ്മൾ സിനോണിംസ് എന്നാ വിളിക്കുക. ഒരു വേർഡിന്റെ തന്നെ സെയിം മീനിങ് വരുന്നതാണല്ലോ സിനോണിംസ്. ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺസിനൊക്കെ സിനോണിംസ് എന്ന് പറയും. ഈ സിനോണിംസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തേർഡ് ബേസിലാണ്. അപ്പൊ അത് ഓർത്താൽ മതി. തേർഡ് ബേസ് ഓഫ് കോഡോൺ ആണ്. കോഡോണും ആന്റികോഡോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഒരു വൂബിൾ പോസിബിൾ ആയിരിക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് എ ഫങ്ഷണൽ ജനറ്റിക് യൂണിറ്റ് ഇൻ mRNA കോൾഡ്? mRNAയിലുള്ള ഫങ്ഷണൽ ജനറ്റിക് യൂണിറ്റ് ഈസ് നോൺ ആസ് സിസ്ട്രോൺ. സിസ്ട്രോൺ. പ്രൊകാരിയോട്ടിക് mRNA എങ്ങനെയുള്ളതാ? എത്ര സിസ്ട്രോൺ ഉണ്ടാവും? യുക്കാരിയോട്സിൽ എത്ര സിസ്ട്രോൺ ഉണ്ടാവും? എത്ര ഫങ്ഷണൽ? ഒരു യുക്കാരിയോട്ടിക് mRNA എന്ന് പറയുന്നത് എത്ര പ്രോട്ടീൻസിനെ കോഡ് ചെയ്യും? എത്ര ജനറ്റിക് കോഡ് ഉണ്ടാവും ഒരു mRNAയില്? യുക്കാരിയോട്സില് സിംഗിൾ. ദാറ്റ് ഈസ് മോണോ സിസ്ട്രോണിക്. പ്രൊകാരിയോട്സിലാണെങ്കിൽ ഒരു mRNAയില് ഒന്നിലധികം ജനറ്റിക് കോഡ് ഉണ്ടായിരിക്കും. അതായത് ഒരു mRNA ഒന്നിലധികം പ്രോട്ടീൻസിനെ കോഡ് ചെയ്യും. ദാറ്റ് ഇസ് നോൺ ആസ് പോളിസിസ്ട്രോണിക്. യൂക്കാരിയോട്ടിക് mRNA is monocystronic. What energy sources are required for translation? Energy sources ATP and GTP. What binds to A site of the ribosome during elongation? Elongation സമയത്ത് A സൈറ്റിൽ ആരാ ബൈൻഡ് ചെയ്യുക? ന്യൂ അമിനോ ആസിഡ് tRNA. ഓക്കെ. ഡി അല്ല, പെപ്റ്റൈഡൽ tRNA ബൈൻഡ് ചെയ്യുന്ന P സൈറ്റിലാണ്. A സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നത് ന്യൂ അമിനോ ആസിഡ് tRNA ആണ്. ഓക്കെ. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ആക്ടിവേഷൻ സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ? ആക്ടിവേഷൻ സ്റ്റെപ്പിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? tRNA സിന്തസിസ് ആണോ? അമിനോ ആസിഡ് tRNA ഫോർമേഷൻ ആണോ? റൈബോസോം അസംബ്ലി ആണോ? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണോ? ബി അല്ലെ. അമിനോ ആസിഡ് tRNAയുടെ ഫോർമേഷൻ ആണ് ആക്റ്റീവ്. അതിന് മറ്റൊരു പേരും കൂടി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? tRNAയുടെ മുകളിൽ അമിനോ ആസിഡ് ആഡ് ചെയ്യുന്നിട്ട് അമിനോ ആസിഡ് tRNA ഉണ്ടാവുന്ന പ്രോസസ്സിന് മറ്റൊരു പേരും കൂടി പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടോ? ചാർജിങ്. എന്താ? ചാർജിങ്. ഓക്കെ. What is happening during termination phase of translation? Termination നടക്കുന്ന എപ്പോഴാണ്? ന്യൂ tRNA ബൈൻഡിങ് ഉണ്ട്. ന്യൂ tRNA ബൈൻഡിങ്, പോളിപെപ്റ്റൈഡ് റിലീസ്, mRNA ഡിസ്ട്രക്ഷൻ, റൈബോസോമൽ ഡീഗ്രഡേഷൻ. ഏതാ?
പോളിപെപ്റ്റൈഡിന്റെ റിലീസ് ആണ് നടക്കുന്നത്. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. വിച്ച് എൻസൈം കാറ്റലൈസ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ? ഏതാ ഓപ്ഷൻ ഇല്ലാതെ പറയും. Peptidyl transferase. Peptidyl transferase. What type of mRNA is found in eukaryotes? Eukaryotes. മോണോസിസ്ട്രോണിക് അല്ലെ? അതായത് ഒരു mRNA ഒരു പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ യൂക്കാരിയോട്സിൽ എനർജി ആവശ്യത്തിന് യൂസ് ചെയ്യുക. അപ്പം ഓരോ mRNA ഓരോ പ്രോട്ടീന് വേണ്ടി തന്നെ ഉണ്ടാക്കാം. പക്ഷെ പ്രോകാരിയോട്സിൽ അത്ര കോംപ്ലക്സ് സ്ട്രക്ചർ അല്ല അല്ലെ? സോ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു mRNA ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തന്നെ കുറെ പ്രോട്ടീൻസ് ഉണ്ടാക്കാം. സോ ദാറ്റ് ഈസ് പോളിസിസ്ട്രോണിക്. ദാറ്റ്സ് പ്രോകാരിയോട്ടിക് mRNA is polycistronic. What does the Wobble hypothesis explain? Wobble hypothesis explain ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? കോഡോൺ ഡീജനറസി, റൈബോസോം ഡിസോസിയേഷൻ, ATP സിന്തസിസ്, പോളിസോം ഫോർമേഷൻ. എന്താണ്? കോഡോൺ ഡീജനറസി. തേർഡ് ബേസ് ഡീജനറസി എന്ന് പറയും. കോഡോണിന്റെ തേർഡ് ബേസ് ഡീജനറസി അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ച്വലി. What is the role of GTP in translocation step of translation? ട്രാൻസ്ലൊക്കേഷൻ സ്റ്റെപ്പിൽ GTP എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണോ, റൈബോസോമൽ അസംബ്ലി ആണോ, mRNAയുടെ മൂവ്മെന്റിനാണോ, ടെർമിനേഷൻ ആണോ? ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ട്രാൻസ്ലൊക്കേഷനിൽ എന്താ നടക്കുന്നത്? mRNA മൂവ് ചെയ്യല്ലേ? mRNA ഒരു കോഡോൺ മൂവ് ചെയ്യാണ് ട്രാൻസ്ലൊക്കേഷൻ. mRNAയുടെ ട്രാൻസ്ലൊക്കേഷൻ. mRNA മൂവ് ചെയ്യുന്ന സമയത്ത് ആ tRNAയുടെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുകയാണ്. A സൈറ്റിൽ ഉണ്ടായ tRNA P സൈറ്റിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. P സൈറ്റിൽ ഉണ്ടായിരുന്ന tRNA റൈബോസോമിന്റെ പുറത്തോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. സോ ആ ട്രാൻസ്ലൊക്കേഷൻ സമയത്ത് mRNAയുടെ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ tRNAകളുടെ ട്രാൻസ്ലൊക്കേഷനും നടക്കും. ഓക്കെ. Which codon codes for valine in prokaryotes as an alternative start codon? GUG. Okay. What prevents ribosomal reassociation during initiation? Initiation സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈബോസോമൽ സബ് യൂണിറ്റ്സ് സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് തമ്മിൽ റീഅസോസിയേറ്റ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നത് ആരാണ്? ടെർമിനേഷൻ ഫാക്ടർ ആണോ, ഇനേഷൻ ഫാക്ടർ ആണോ, ഇനീഷ്യേഷൻ ഫാക്ടർ ആണോ, ATP ആണോ? എന്തായിരിക്കും? ഇനീഷ്യേഷൻ സ്റ്റെപ്പ് അല്ലേ? സോ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് Mg2+ ഇൻ ട്രാൻസ്ലേഷൻ? Mg2+ കോഫാക്ടർ ആയിട്ട് ഏത് എൻസൈം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ? അമിനോ അസൈൽ tRNA സിന്തറ്റേസ് അല്ലെ? സോ എന്താണ് റോള് ശരിക്കും? അമിനോ അസൈൽ tRNA സിന്തറ്റേസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ആക്ടിവേഷൻ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്. വാട്ട് ഈസ് പോളിസോം? പോളിസോം അല്ലെങ്കിൽ പോളിറൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ റൈബോസോം ആണോ, ക്ലസ്റ്റർ ഓഫ് റൈബോസോം ഓൺ mRNA ആണോ, റൈബോസോമൽ സബ് യൂണിറ്റ്സിനെയാണോ പറയും? ക്ലസ്റ്റർ ഓഫ് റൈബോസോം ഓൺ mRNA. വാട്ട് ബൈൻഡ്സ് ടു ദ സ്റ്റാർട്ട് കോഡോൺ ഡ്യൂറിങ് ഇനീഷ്യേഷൻ? ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് കോഡോണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റാർട്ട് കോഡോൺ ഏതാണ്? Peptidyl tRNA. പെപ്റ്റിഡൈൽ ആണോ? സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് മെത്തിയോണൈൽ tRNA. മെത്തിയോണൈൽ tRNA ഏതാ സ്റ്റാർട്ട് കോഡോൺ? AUG അല്ലേ? AUG കോഡ് ചെയ്യുന്നത് ആരെയാണ്? സ്റ്റാർട്ട് കോഡോൺ കോഡ് ചെയ്യുന്നത് ആരെയാണ്? ഏത് അമിനോ ആസിഡിനെയാണ് AUG കോഡ് ചെയ്യുന്നത്? മെത്തിയോണൈൻ. ഓക്കെ.
മെത്തിയോണൈൽ ടി ആർ എൻ എയിലുള്ള ആന്റി കോഡോൺ ഏതായിരിക്കും? മെത്തിയോണൈൽ ടി ആർ എൻ എയിൽ കാണുന്ന ആന്റി കോഡോൺ ഏതായിരിക്കും? UAC. ഓക്കെ, വെരി ഗുഡ്. UAC ആയിരിക്കും മെത്തിയോണൈൽ ടി ആർ എൻ എയിൽ കാണുന്ന ആന്റി കോഡോൺ. വാട്ട് ഹാപ്പൻസ് വെൻ എ സ്റ്റോപ്പ് കോഡോൺ റീച്ചസ് എ സൈറ്റ്? എ സൈറ്റിൽ സ്റ്റോപ്പ് കോഡോൺ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്റ്റോപ്പ് ബി. ഓക്കെ, പെപ്റ്റൈഡിന്റെ റിലീസ് നടക്കും. അവിടെ പിന്നെ അമിനോ ആസിഡ്സ് ഒന്നും വരാനില്ല. പ്രോട്ടീൻ സിന്തസിസ് കംപ്ലീറ്റ് ആയി പെപ്റ്റൈഡ്സ് റിലീസ് ചെയ്യും. ഓക്കെ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? Smaller subunit of prokaryotic ribosome is 50S. Smaller subunit of prokaryotic ribosome is 30S. Not true അല്ല കേട്ടോ, ട്രൂ ആണ് ഉദ്ദേശിച്ച. Larger subunit of prokaryotic ribosome is 60S. Smaller subunit of prokaryotic ribosome is 40S. Which statement is true എന്നാണ് ക്വസ്റ്റ്യൻ, നോട്ട് ട്രൂ അല്ല. ബി അല്ലെ, സ്മോളർ സബ് യൂണിറ്റ് ഓഫ് പ്രൊക്കാരിയോട്ടിക് റൈബോസോം ഈസ് 30S. പ്രൊക്കാരിയോട്ടിക് റൈബോസോം 70S ആണ്, അതിന്റെ സ്മോളർ സബ് യൂണിറ്റ് 30S, ലാർജർ സബ് യൂണിറ്റ് 50S ആണ്. യുക്കാരിയോട്ടിക് റൈബോസോം 80S ആണ്, സ്മോളർ സബ് യൂണിറ്റ് 40Sഉം ലാർജർ സബ് യൂണിറ്റ് 60Sഉം. വോബിൾ ഹൈപ്പോത്തിസിസ് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? സി, ഫ്രാൻസിസ് ക്രിക്ക് ആണ് പ്രൊപ്പോസ് ചെയ്തത്. അതില് നൈറൻബർഗ് ആൻഡ് ഹർഗോബിൻ കൊറാന അവർക്കും ജനറ്റിക് കോഡ് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എങ്ങനെയാണ് ജനറ്റിക് കോഡ് റീഡ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചതാണ് നൈറൻബർഗും കൊറാനയും. ജനറ്റിക് കോഡ് ഡീകോഡ് ചെയ്ത സയന്റിസ്റ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് സയന്റിസ്റ്റ് തന്നെയാണ് മാർഷൽ നൈറൻബർഗ് ആൻഡ് ഹർഗോബിൻ കൊറാന. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? Post-translational modification helps to produce differences in protein. Post-translational modification helps to utilize identical proteins for different cellular functions. It helps in translocation across biological membrane. It happens immediately after translation. ഇതിലേതാ ട്രൂ അല്ലാത്തത്? സി ആണോ? ട്രൂ അല്ലാത്തത് ഏതാ? ആൻസർ ഈസ് ഡി. ഒരു പ്രോട്ടീന്റെ ലൈഫ് സ്പാനിൽ ഏത് സ്റ്റേജിലും പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് നടക്കാം. ഓക്കെ, ഏത് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആണ് ആന്റിജൻ പ്രോസസ്സിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? സി അല്ല, ട്രിമ്മിങ് ആണ്. അതായത് ആന്റിജന് പ്രോട്ടീൻ ആണ്, അതിനെ ട്രിം ചെയ്തിട്ട് MHC മോളിക്യൂളിൽ പ്രസന്റ് ചെയ്തിട്ടാണ് ആന്റിജൻ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഓക്കെ. വിച്ച് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ നോട്ട് ഹെൽപ്സ് ഇൻ എപ്പിജെനറ്റിക് റെഗുലേഷൻ? എപ്പിജെനറ്റിക് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷന്റെ ഒക്കെ ജീൻ എക്സ്പ്രഷന്റെ റെഗുലേഷൻ തന്നെയാണ്. അതായത് DNA മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുക. അതിൽ ഇൻവോൾവ് ചെയ്യാത്ത പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഹിസ്റ്റോൺ മെത്തിലേഷൻ, ഹിസ്റ്റോൺ അസറ്റൈലേഷൻ, ഹിസ്റ്റോൺ ഫോസ്ഫോറിലേഷൻ. ഇതിൽ ഏതാണ് എപ്പിജെനറ്റിക് റെഗുലേഷനിൽ ഇൻവോൾവ് അല്ലാത്തത്? അറിയില്ല. ഹിസ്റ്റോൺ ഫോസ്ഫോറിലേഷൻസ് ആണ്. ഹിസ്റ്റോൺ മെത്തിലേഷനും അസറ്റൈലേഷനും ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യാൻ, ജീൻ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു റോളുള്ള ഒരു മോഡിഫിക്കേഷൻ. ഹിസ്റ്റോൺ പ്രോട്ടീൻസിന് മെത്തിലേഷൻ നടന്നാലും അതുപോലെ അസറ്റൈലേഷൻ നടന്നാലും ആ ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരും. അതുവഴി അത് ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ ഡീഗ്രഡേഷനെ മാർക്ക് ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഏതാ? ഡീഗ്രേഡ് ചെയ്യാൻ പോകുന്ന പ്രോട്ടീൻസിനെ ടാഗ് ചെയ്യുന്ന മോഡിഫിക്കേഷൻ മാർക്ക് ചെയ്യുന്ന? സി,
ഓക്കെ, യൂബിക്വിറ്റിനേഷൻ, പോളി യൂബിക്വിറ്റിനേഷൻ. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന ആന്റിബയോട്ടിക്. ഡിക്ലോറ ഫെനിക്കോൾ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു.